അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ തുടങ്ങി വെച്ച ഈ സംരംഭത്തിൻ്റെ മൂന്നാമത്തെ സിറ്റിംഗ് ആണ് നടക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ചകളിലും നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കിയിരിക്കുന്ന വിഷയങ്ങളും അതിന് ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന മെത്തേഡുമെല്ലാം ഫലപ്രദമായിരിക്കും എന്ന പ്രതീക്ഷയിലാണ് അടുത്ത ഒരു വിഷയത്തിലേക്ക് നമ്മൾ നീങ്ങുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി പരലോകത്ത് നമ്മെ നേരിടാനിരിക്കുന്ന 2 സാഹചര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ കാര്യമായി ചർച്ച ചെയ്തത്. അതിലൊന്ന്, നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ഓരോ അവസ്ഥകളും പരലോകത്ത് നമുക്കെതിരെ സാക്ഷി പറയാവുന്ന ഒരവസ്ഥയിലാണ് പുനർജനിക്കുന്നത് എന്ന് ബോധ്യമാകുന്ന ചില ഭാഗങ്ങൾ. അതിൻ്റെ ദുനിയാവിലെ ചില എക്സാമ്പിൾസാണ് അതിനോട് ചേർത്ത് മനസ്സിലാക്കിയത്. മറ്റൊന്ന്, നമ്മുടെ വാഗ്വിചാര കർമ്മങ്ങൾ അത് ദുനിയാവിൽ വെച്ച് തന്നെ രേഖപ്പെടുത്തുകയും പരലോകത്ത് തുറന്നു വെക്കപ്പെട്ട ഒരു രേഖയായി നമ്മുടെ കയ്യിൽ തന്നെ നൽകുകയും കേവലം അതിലൂടെയുള്ള ഒരു യാത്ര അല്ലെങ്കിൽ അതൊന്ന് വായിക്കൽ അതുമാത്രം മതി നമ്മെ വിചാരണ ചെയ്യാൻ. പടച്ചറബിൻ്റെ ഏറ്റവും എളുപ്പത്തിലുള്ള വിചാരണയുടെ ആ ഒരു മെത്തേഡാണ് നമ്മൾ കഴിഞ്ഞ ഏതാനും ആയത്തുകളിലൂടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതിൽ മനുഷ്യൻ തന്നെ സ്വന്തം ചിന്തിച്ച് ആലോചിച്ച് പഠിച്ച് ഗവേഷണം നടത്തി നൂറ്റാണ്ടുകൾ കൊണ്ട് അവൻ എത്തി നിൽക്കുന്ന റെക്കോർഡിംഗ് രംഗത്തെ അല്ലെങ്കിൽ സ്റ്റോറേജ് രംഗത്തെ അവൻ്റെ ഒരു കപ്പാസിറ്റി, അതിൻ്റെ എത്രയോ ഇരട്ടി ആണ് ഒന്നാമത്തെ മനുഷ്യൻ മുതൽ ഇതുവരെയുള്ള ഓരോ മനുഷ്യൻ്റെയും ശരീരത്തിലുള്ള കോടിക്കണക്കിന് കോശങ്ങളിലെ DNA എന്ന ഏറ്റവും ചെറിയ ഒരു തന്മാത്രയ്ക്കകത്ത് പടച്ചറബ് നിർവഹിക്കുന്ന സ്റ്റോറേജിൻ്റെ കപ്പാസിറ്റി. അത് നമ്മളതിൻ്റെ അവസാനം പറഞ്ഞു വെച്ചു. ഏകദേശം 7 ലക്ഷം GB ആണ് ഒരു DNA ഇതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കപ്പാസിറ്റി. അത് നമ്മൾ മനസ്സിലാക്കി. അത്രയും ഡാറ്റാസ് CD-യിലേക്ക് മാറ്റുകയാണെങ്കിൽ 50 GB 14,000 CD വേണം. അത്രയും ഡാറ്റാസ് നമ്മൾ ഹാർഡ് ഡിസ്കിലേക്ക് മാറ്റുകയാണെങ്കിൽ 3 TB ടെറാബൈറ്റാണ് 3 TB 3 TB 233 ഹാർഡ് ഡിസ്ക് വേണം. അതിൻ്റെ വെയിറ്റ് ഏകദേശം 151 കിലോ. ഇങ്ങനെ 2 ഹ്യൂമൻ ബോഡിയുടെ വെയിറ്റ് അത്രയും ഏരിയയിൽ നമുക്ക് ശേഖരിച്ചു വെക്കാൻ കഴിയുന്ന GB എത്രയാണോ അത്രയും GB ആണ് മൈക്രോസ്കോപ്പിൽ തന്നെ ഏറ്റവും സൂക്ഷ്മമായിരിക്കുന്ന ഉപകരണങ്ങൾ കൊണ്ട് മാത്രം കാണുവാൻ കഴിയുന്ന DNA എന്ന വളരെ ചെറിയൊരു ഏരിയയിൽ പടച്ചറബ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്നാണ് നമ്മുടെ പഠനത്തിൻ്റെ ആകത്തുക. അപ്പോൾ അത് നമ്മളെ അത്ഭുതപ്പെടുത്തുകയും ആശ്ചര്യപ്പെടുത്തുകയും മാത്രമല്ല, ഒരു ആശങ്കയും സ്വാഭാവികമായി നമുക്കുണ്ട്. ഇത്ര കാര്യക്ഷമമായി മനുഷ്യനിതൊക്കെ പഠിച്ചുണ്ടാക്കുന്ന 10,000 കണക്കിന് കൊല്ലം കൊണ്ടാണ്. പക്ഷേ ഈ 10,000 കൊല്ലത്തിനപ്പുറത്ത് ഒന്നാമത്തെ മനുഷ്യൻ ഭൂമിയിൽ വരുമ്പോൾ മുതൽ ആ മനുഷ്യൻ്റെ ശരീരഘടനയിലെ കപ്പാസിറ്റിയാണ് ഈ സൂചിപ്പിച്ചത്. അങ്ങനെയുള്ള പടച്ചവനാണ് പറഞ്ഞത്, നിങ്ങളുടെ വാക്കുകളും വിചാരങ്ങളും കർമ്മങ്ങളുമൊക്കെ ഞാൻ രേഖപ്പെടുത്തിയിട്ട് പരലോകത്ത് വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ തന്നെ തരും എന്ന് പറയുമ്പോൾ നമ്മളത് വിശ്വസിക്കുന്നു എന്ന് പറയേണ്ടതുണ്ടോ?
പരലോകത്ത് ഇങ്ങനെ ഒരു വിചാരണ ഉണ്ട്. ആ വിചാരണയുടെ ഭാഗമായിട്ടൊരു കിതാബ് നമ്മുടെ കയ്യിൽ തരും, അതിങ്ങനെ വായിച്ചു നോക്കുക എന്നതിലൊക്കെ ഞാൻ വിശ്വസിക്കുന്നു എന്നാണോ ഈ പറയേണ്ടത്? ആണോ? കാരണം ഞാൻ നേരത്തെ പറഞ്ഞാണ്, വിശ്വാസം എന്നത് പലപ്പോഴും ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്ന ഈമാൻ എന്ന പദത്തിന് മലയാളത്തിൽ കൊടുത്തു നോക്കിയപ്പോൾ നമുക്ക് ഏറ്റവും യോജിച്ചത് എന്ന് തോന്നിയൊരു പദം മാത്രമാണ്. ഒരിക്കലും ഈമാനിൻ്റെ പൂർണ്ണമായ അർത്ഥം വിശ്വാസം എന്ന പദത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. കാരണം ഖുർആനിനെ പോലെ തന്നെ ഖുർആനിൻ്റെ ഭാഷയും ദൈവികമാണ്. അതുകൊണ്ട് ഖുർആനിൻ്റെ ഭാഷ നമുക്ക് പൂർണ്ണമായി കിട്ടണമെങ്കിൽ ഖുർആൻ ലോകത്തിലെ എല്ലാ ഭാഷകളിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യണം. എല്ലാ ഭാഷകളിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈമാൻ എന്ന പദം തന്നെ ഒരു 5 or 8 ഭാഷകളിലൂടെ നമ്മളതങ്ങനെ വായിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഒരു പോർഷനൊക്കെ നമുക്ക് കിട്ടും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഞാനിവിടെ നിൽക്കുന്നു എന്നത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല, നിങ്ങളിവിടെ ഇരിക്കുന്നു എന്നത് ഞാനും വിശ്വസിക്കുന്നില്ല. ഇതൊക്കെ നമ്മുടെ അറിവാണ്, അംഗീകാരമാണ്, അനുഭവമാണ്. ആ അറിവും അംഗീകാരവും അനുഭവവുമായി മാറുന്നതിനാണ് ഈമാൻ എന്ന് പറയാം. ആ ഈമാനിലാണ് പരലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവും അംഗീകാരവും. അതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ രത്നച്ചുരുക്കം നന്നാവാതിരിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ്. ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന നമ്മൾ ചില ആയത്തുകൾ മാത്രമേ ഞാനിവിടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുള്ളൂ. ചില ആയത്തുകൾ ഞാൻ നിങ്ങൾക്ക് നമ്പറൊന്നും ഇവിടെ ചെയ്തത്, നിങ്ങളത് പിന്നെ ശ്രദ്ധിച്ചിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായിരുന്നാലും ആ ആയത്തുകളൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നന്മ സ്വയം സ്വീകരിക്കാതെ നിർവാഹമില്ല എന്ന് 100% ബോധ്യപ്പെടും. അതാണ് ഞാൻ ചോദിച്ചത്. നമ്മളിപ്പോഴും ഇങ്ങനൊരു കർമ്മരേഖയും ഇങ്ങനൊരു പരലോകവും ഇങ്ങനെ പുനർജന്മവും ഒക്കെ വിശ്വസിക്കുക തന്നെയാണോ, അതല്ല അതിലൊരു യഖീൻ, വളരെ ആഴത്തിലുള്ള ഒരു അറിവും അംഗീകാരവും നമ്മുടെ മനസ്സിന് കിട്ടുന്നുണ്ടോ? അതുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇങ്ങനെ ഒരു ക്ലാസ് ഫലപ്രദമാണ് എന്ന് പറയുന്നതിൽ അർത്ഥമുള്ളൂ. അല്ലെങ്കിൽ ഇതും ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമേ ഉള്ളൂ. തിരക്കടില്ല. അങ്ങനെ ഒരു ദിവസം രാവിലെ ഇങ്ങനെ കുറച്ച് എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ രസകരമായിരിക്കുന്ന ഒരു എക്സിബിഷൻ കാണുന്ന പോലുള്ള ഒരു പരിപാടിയാണെങ്കിൽ അത് വലിയ അർത്ഥമൊന്നുമില്ല. അത് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ 2 ഭാഗങ്ങളിലൂടെ നമ്മൾ പരലോകവുമായി ബന്ധപ്പെട്ട ചെറിയ 2 ഭാഗങ്ങളെ ശ്രദ്ധപ്പെടുത്തിയത്. പരലോകത്തെക്കുറിച്ച് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ചിന്തിക്കാനും മനസ്സിലാക്കാനൊക്കെ ഉണ്ട്. ആ ഭാഗം ഞാൻ തൽക്കാലം സ്റ്റോപ്പ് ചെയ്തിട്ട് പുതിയൊരു ഭാഗത്തിലേക്ക് വരികയാണ്. സൃഷ്ടികളിലൂടെ സൃഷ്ടാവിലേക്ക് എന്നാണ് നമ്മുടെ പുതിയ ടോപ്പിക്ക്. വിശാലമായൊരു ടോപ്പിക്കാണ്. സൃഷ്ടികളിലൂടെ സൃഷ്ടാവിലേക്ക്, വളരെ വിശാലമായൊരു ടോപ്പിക്കാണ്. അതിന് സബ് ടൈറ്റിൽ കൊടുക്കുന്നത് മനുഷ്യൻ എന്ന അത്ഭുത സൃഷ്ടി. മനുഷ്യൻ എന്ന അത്ഭുത സൃഷ്ടി. ഇതിലേക്ക് വരുമ്പോൾ നമ്മളെക്കുറിച്ച് ഒരു ചെറിയൊരു ധാരണ നമുക്ക് വേണം. ഇപ്പോൾ പല നല്ല കാര്യങ്ങൾക്കും പലരെയും വിളിച്ചാൽ അവർക്ക് ഒട്ടും ഒഴിവില്ല, ഭയങ്കര തിരക്കാണ്. ഞാനടക്കം നമ്മളൊക്കെ നല്ല തിരക്കുള്ള ഭയങ്കര ബിസി ആയിട്ട് നമ്മൾ പോകുന്നത്. അങ്ങനെ ചിലരൊക്കെ ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ ഇയാളൊരു 500 കൊല്ലം ഇവിടെ ജീവിക്കുമെന്ന് തോന്നും. പക്ഷെ ആ സാധു 50 കൊല്ലം പോലും ജീവിക്കുമെന്ന് അയാൾക്ക് പോലും ഉറപ്പില്ല. പക്ഷെ നമ്മൾ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. ഒരു 500 കൊല്ലമോ 5000 കൊല്ലമോ ഇവിടെ ജീവിക്കും എന്ന രൂപത്തിലാണ് പലരും ഇവിടെ തിരക്ക് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെ ഓടിയാൽ നമുക്കെന്താ കിട്ടുക? ഭൗതിക ലോകത്ത് നമുക്കെന്താ കിട്ടുക? എന്താണ് നമ്മുടെ സമ്പാദ്യം? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാക്യം, വളരെ അർത്ഥവത്തായ മനോഹരമായിരിക്കുന്നൊരു വാക്യം. അവിടുന്ന് പറഞ്ഞത്, നിങ്ങളുടെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ, 1, നിങ്ങൾ കഴിച്ച ആഹാരം, അത് നിങ്ങളുടെ സമ്പാദ്യമാണ്, നിങ്ങളുടെ സമ്പാദ്യമായി കഴിഞ്ഞു. 2, നിങ്ങൾ ധരിച്ച് ദ്രവിച്ച വസ്ത്രം. ധരിക്കുന്നതോടുകൂടി ആവുന്നില്ല, ധരിച്ച് ദ്രവിച്ച വസ്ത്രം നിങ്ങളുടെ സമ്പാദ്യമാണ്. 3ാമത് പറഞ്ഞത്, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നുണ്ടോ ഇല്ലെന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് കൊടുക്കുക. അത് സമ്പത്താവാം, സമയമാവാം, അധ്വാനമാവാം, അറിവാവാം. അങ്ങനെ എന്താണോ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുക, ആ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് എണ്ണാനും
വണ്ണമൊപ്പിക്കാനും കഴിയാത്ത സമ്പാദ്യം. അതറിയാതെ പോയതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ അത് ഒന്നുകൂടി മനസ്സിലാവും. ഇപ്പോൾ ഒരു 500 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നൊരു മനുഷ്യൻ, ആ കർഷകൻ്റെ ജീവിതത്തിൽ അയാൾക്ക് ലഭിക്കുന്ന അതിലെ സമ്പാദ്യം എന്താ? അയാളുടെ അരവയർ നിറക്കാൻ ഉപയോഗിക്കുന്ന ഏതാനും അരിമണികൾ മാത്രം. ബാക്കിയുള്ളത് മുഴുവനും ആർക്കൊക്കെയോ വേണ്ടിയുള്ളതാണ്. കൃഷി ഇയാൾ ചെയ്യുന്നു, എൻ്റെ കൃഷിയാണെന്ന് പറയാം, എൻ്റെ തോട്ടമാണെന്ന് പറയാം, ഞാൻ ഭയങ്കര കർഷകനാണെന്നൊക്കെ പറയാം. അതൊക്കെ ഒരു അഭിമാനിക്കാനൊക്കെ പറ്റും. പക്ഷേ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ? അനുഭവിച്ച് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതേ യഥാർത്ഥ സമ്പാദ്യമാവുള്ളൂ. വലിയൊരു ടെക്സ്റ്റൈൽസ്, കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട് അതിന്. അതിൽ ആ ടെക്സ്റ്റൈൽസ് ഉടമയുടെ സമ്പാദ്യം എന്താ? അയാളുടെ ഈ കൊച്ചു ശരീരം മറക്കാൻ ഉപയോഗിക്കുന്ന 2-3 കഷ്ണം തുണി മാത്രം. ബാക്കിയൊക്കെ നാട്ടുകാർക്കുള്ളതാണ്. ഒന്നും അയാളുടേതല്ല. പറയാം, ഇതൊക്കെ എൻ്റേതാണെന്നിങ്ങനെ പറയാം, അഭിമാനിക്കാം, പണമൊക്കെ കിട്ടിയെന്ന് വരും, പക്ഷെ ഉപയോഗപ്പെടുത്താൻ കഴിയില്ല. പിന്നെ അതുപോലെയല്ല, ഇപ്പോൾ വാഹനം, സാധാരണ ഒരു കാറിന് 5 സീറ്റ് ഉണ്ടാവും. 5 സീറ്റുള്ളൊരു കാർ എനിക്കുണ്ടെങ്കിലും അതിൽ എൻ്റെ സമ്പാദ്യം എന്താ? ഞാൻ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരൊറ്റ സീറ്റ്, അത് എനിക്ക് കിട്ടൂ, അനുഭവം അതാണ്. ബാക്കി 4 സീറ്റ് ആർക്കെങ്കിലും കൊടുത്താൽ അത്രയും നന്ന്, ഇല്ലെങ്കിൽ വെറുതെ പോകും, വേസ്റ്റാണത്. വീടും അങ്ങനെ തന്നെയാണ്. 5000 സ്ക്വയർ ഫീറ്റുള്ള വീടാണ്, എല്ലാ അത്യന്താധുനിക സൗകര്യങ്ങളും അതിലുണ്ട്. പക്ഷേ അതിൽ ആ വീട്ടുകാരൻ്റെ സമ്പാദ്യം അയാൾ കിടന്നുറങ്ങുന്ന ഒരു വിരിപ്പ്, അല്ലെങ്കിൽ ആ വിരിപ്പ് വെക്കുന്ന ഇടം, മൊത്തം കണക്കൂട്ടിയാൽ ഏതാനും വളരെ ചുരുങ്ങിയ സ്ക്വയർ ഫീറ്റ് മാത്രമാണ് ആ വീട്ടിലെ അയാളുടെ അനുഭവ സമ്പത്ത്. ഇതാണ് ജീവിതം. അപ്പോൾ ഇത് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് തിരക്ക് കുറക്കാൻ പറ്റും. കുറച്ചുകൂടിയൊക്കെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ആലോചിക്കുവാനും പരിശ്രമിക്കുവാനും ഒക്കെ നമുക്ക് സമയം കിട്ടും. ഇതിൻ്റെ ഒരു മറുവശം പറയട്ടെ. ഈ അരവയറ് ഞാൻ നിറക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാനെന്ന് പറഞ്ഞാൽ ഞാനടക്കമുള്ള ഈ സമൂഹം എന്ത് ചെയ്യണം? അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 500 ഏക്കറിലോ 5000 ഏക്കറിലോ കൃഷി ചെയ്യണം. എന്നാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ 100 ഇരട്ടിയോ 1000 ഇരട്ടിയോ ഒരു നേരം തന്നെ കഴിക്കുന്ന ജീവികളുണ്ട്. ആനയൊക്കെ, ആന എത്ര ഒരു നേരം കഴിക്കുന്നത്? നമ്മൾ 100 ആൾ കഴിക്കുന്നത് മതിയാവില്ല അതിനൊരു നേരത്തിന്. എന്നാൽ ആന എവിടെയെങ്കിലും തനിക്ക് ഭക്ഷണത്തിന് വേണ്ടി ഒരു സെൻറ്റ് ഭൂമിയിൽ കൃഷി ചെയ്യുന്നുണ്ടോ? കൃഷി ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ പേരിൽ പട്ടിണി കിടക്കുന്നുണ്ടോ? ആവില്ല. അടുത്ത നേരം എനിക്ക് കഴിക്കാനുള്ള ആഹാരം എവിടെയെന്ന് അന്വേഷിച്ചിട്ട് വല്ല ടെൻഷനുണ്ടോ? അതുമില്ല. നമ്മൾ മാംസം കഴിക്കുന്നുണ്ടല്ലേ, ബീഫും മട്ടനും ഒക്കെ, അങ്ങനെ ഒരുപാട് സാധനം കഴിക്കുന്നുണ്ട്. ആ കഴിക്കുന്നതൊക്കെ ഒരു നേരം എത്ര കഴിക്കും? ഒരു 50 ഗ്രാം 100 ഗ്രാമൊക്കെ കഴിക്കും അല്ലേ? വലിയ കഴിക്കൽ കഴിച്ചാൽ 250 ഗ്രാമൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത്, എനിക്കറിയില്ല. എന്നാൽ അത്രയും മാംസം നമുക്ക് ഒരു നേരം കഴിക്കണമെങ്കിൽ നമ്മൾ കോഴിയെ വളർത്തണം, ആടിനെ വളർത്തണം, പോത്തിനെ വളർത്തണം, ഒട്ടകത്തിനെ വളർത്തണം അല്ലേ? ഒരുപാട് ഫാമുകൾ ഇങ്ങനെ നമ്മൾ പരിപാലിച്ചു കൊണ്ടുപോകണം. എന്നാൽ ഒരു സിംഹത്തിൻ്റെ ഒരു നേരത്തെ ആഹാരം എന്താ? ഒരാട് മൊത്തം അല്ലെങ്കിൽ ഒരു മാന് മൊത്തം ഒറ്റ നേരത്തെ ആഹാരമാണ്. ഇതിനു വേണ്ടിയിട്ട് സിംഹം എവിടെയെങ്കിലും ഒരു മാന് ഫാമോ ആട് ഫാമോ പോത്ത് ഫാമോ തുടങ്ങുന്നുണ്ടോ? എന്നിട്ട് സിംഹം പട്ടിണിയാകുന്നുണ്ടോ? അപ്പോൾ ഇത് നമ്മൾ ചിന്തിപ്പിക്കേണ്ട എന്താ? നമ്മളെക്കാൾ നമ്മുടെ ബുദ്ധിയുടെ ഒരു അംശത്തിലേക്ക് പോലും എത്താത്ത, ശരീരം കൊണ്ട് നമ്മളെക്കാൾ മികച്ചു നിൽക്കുന്ന, ഭൗതിക വിഭവങ്ങൾ നമ്മളെക്കാൾ കൂടുതൽ അനുഭവിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ അല്ലെങ്കിൽ ഈ ഭൂമിയിലെ കോടാനുകോടി സൃഷ്ടിജാലങ്ങൾ, ആ സൃഷ്ടിജാലങ്ങൾക്ക് ടെൻഷനില്ലാതെ, ആശങ്കയില്ലാതെ, ആകാംക്ഷയില്ലാതെ അവർക്ക് ഈ ദുനിയാവ് നന്നായി ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ഒരു ബുദ്ധി ഉപയോഗിക്കാതെ, ഒന്നും അധ്വാനിക്കാതെ. നമ്മളോ? നമ്മൾ ഒരുപാട് ബുദ്ധി ഉപയോഗിച്ച്, ഒരുപാട് പരിശ്രമിച്ച്, ഒരുപാട് കണഞ്ഞ് ഇടങ്ങാറായിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയാൽ തന്നെ അനുഭവിക്കാൻ പറ്റുന്നത് വളരെ ചുരുങ്ങിയ അളവിൽ. ആ അളവ് നമ്മൾ തെറ്റിക്കാൻ ശ്രമിച്ചാലോ? റസൂൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവൊക്കെ പറഞ്ഞു തന്നല്ലോ. കഴിക്കാനത്രേ പറ്റുള്ളൂ. എന്നാൽ ആ പറ്റുന്നതിന് അളവ് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ നിറക്കുന്ന പാത്രങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട പാത്രം അത് വയറാണ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? നമ്മൾ ഉണ്ടാക്കി വെച്ച ഭക്ഷണം ഫ്രിഡ്ജിൽ വെച്ച് നോക്കൊണ്ടു, ദിവസങ്ങളോളം ആഴ്ചകളോ അവിടെ ഒന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. ആ ഭക്ഷണം ഒന്ന് കുറച്ചെടുത്തിട്ട് വയറ്റിൽ വെച്ചാലോ 1 മിനിറ്റ് കൊണ്ട് ചീത്താവും. ആ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ഒരാൾ വൊമിറ്റ് ചെയ്തു, നമുക്കെടുത്ത് കഴിക്കാൻ പറ്റുമോ? നിമിഷ നേരം കൊണ്ട്
ചീത്തയായി പോകാവുന്ന ഒരു പാത്രമാണ് നമ്മുടെ പാത്രം, നമ്മുടെ വയറ്. അപ്പോൾ നല്ല മട്ടനാണ്, ചിക്കനാണ്, ഫിഷാണ്, വെജിറ്റബിൾസാണ്, ഫ്രൂട്ട്സാണ്, അതെല്ലാം കൂടി കുത്തി നിറച്ചിട്ട് അത് പെട്ടെന്ന് തകർക്കണ്ട, കുറച്ച് അത്യാവശ്യത്തിന് നിലനിന്ന് പോകാൻ വേണ്ടിയുള്ളത് മാത്രം അതിൻ്റെ അകത്ത് കൊടുത്താൽ മതി. അത്രയും അളവിൽ വെള്ളവും കുടിച്ചു വന്നു. അതാണ് മതം പഠിപ്പിച്ചിരിക്കുന്ന അന്നപാനീയങ്ങളുടെ മര്യാദ. 3-1 ഭക്ഷണം 3-1 വെള്ളം എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ അളവാണ് വെള്ളത്തിൻ്റെ അളവ്. നമ്മിൽ പലരും ഞാൻ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കൂടെ വെള്ളം കുടിക്കാറില്ല എന്ന് പറയാറുണ്ട്. പലരും വിളവന്മാരാണ്. കാരണം ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കൂടെ വെള്ളം കുടിക്കാൻ വയറ്റിൽ സ്ഥലം ഉണ്ടാവില്ല. അതിന് മാത്രം ഭക്ഷണം തന്നെ വയറ് നിറച്ചും പിന്നെ കുറച്ച് കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്നാൽ അവർ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞെന്താ അറിയോ, ഇങ്ങനെ പഠിപ്പിച്ച റസൂലുള്ള പറഞ്ഞു അതിന് ബാക്കി 1/3 ഭാഗം വെറുതെ വിട്ടേക്കുന്നു. അതാ വായു എന്ന് പറഞ്ഞത്. ഇത് നമ്മൾ പാലിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഹോസ്പിറ്റലുകൾ വളർന്നുകൊണ്ടേയിരിക്കുന്നത്. പഴയ പോലെയല്ലല്ലോ. മുമ്പ് ഒരു രോഗി, ഒരു പേഷ്യൻറ്റിനെ പരിശോധിക്കാൻ അയാളുടെ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളും പരിശോധിക്കാൻ ഒരു ഡോക്ടർ മതി, ഒറ്റ ഡോക്ടർ മതി. അയാളെ സഹായിക്കാൻ 1-2 നഴ്സുമാരുണ്ടായാൽ മതി. ഇന്ന് ഒരു ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞാലോ ഒരു 250 ഡോക്ടർ, 2500 നഴ്സുമാരൊക്കെ വേണം, ഒരുപാട് സൗകര്യങ്ങളും. എന്താ കാരണം? ഈ ഒരു ചെവി മാത്രം നോക്കണമെങ്കിൽ ഒരു ടീം വേണം, കണ്ണ് നോക്കാൻ വേറെ ടീം വേണം, മൂക്ക് നോക്കാൻ വേറെ ടീം വേണം, ചുണ്ട് നാവ് നോക്കാൻ വേറെ, തൊലിത്തൊക്കെ അടങ്ങുന്ന തല നോക്കാൻ വേറെ ടീം വേണം. ഒക്കെ ടീമായിട്ടാണ്. ശരീരത്തിലെ തൊലി മുതൽ, രക്തം മുതൽ, ന്യൂറോ മുതൽ, എല്ല് മുതൽ, അങ്ങനെ ചെറുതും വലുതുമായിരിക്കുന്ന ഓരോ തലങ്ങളും സെപ്പറേറ്റ് സൂക്ഷ്മമായി പരിശോധിച്ച് അതിൻ്റെ രോഗം നിർണയിച്ച് മരുന്ന് നിശ്ചയിച്ച് അവരെ ഭേദപ്പെടുത്തുക എന്നുള്ളത് ഇന്നൊരു വലിയ പണിയാണ്. എന്താ കാരണം? ഒന്നുമില്ല, ഒരു 25 കൊല്ലം മുമ്പ് ആളുകൾക്കുള്ള അവയവങ്ങൾ മാത്രമേ എപ്പോഴും ഉള്ളൂ. അവയവങ്ങളുടെ എണ്ണമൊന്നും കൂടിയിട്ടില്ല. പക്ഷേ ആഹാരത്തിൻ്റെ അളവ് കൂടി. അപ്പോൾ ഇവർക്ക് പണി കൂടി. പിന്നെ അത് വേണമല്ലോ, നമ്മുടെ എല്ലാവരും മക്കൾ MBBS തന്നെയല്ലേ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ അവർക്കൊക്കെ ജോലി വേണം. അപ്പോൾ നമ്മൾ നല്ലത് നിന്ന് കൊടുക്കണം. അപ്പം ഞാൻ പറഞ്ഞത്, റസൂലുള്ള ഇങ്ങനെ പഠിപ്പിച്ചിരിക്കുന്ന കുറേ സംഗതികൾ ദുനിയാവിൽ നമുക്കെന്താ സമ്പാദിക്കാൻ കഴിയാന്നുള്ളത്, ഈ സമ്പാദ്യത്തിന് വേണ്ടിപ്പോലും നമ്മളെത്ര അധ്വാനിക്കണമെന്നുള്ളത്, ഈ അധ്വാനങ്ങളും ആശങ്കയും ഒന്നുമല്ല ഇല്ലാതെ ഇവിടെ സുഖമായി സുന്ദരമായി ജീവിക്കുന്ന മറ്റൊരു ടീം, മൃഗങ്ങളായി പക്ഷികളായി. ഇതൊക്കെ എന്തിനാണ്? നമ്മളാരെന്ന് ബോധ്യപ്പെടുത്താനും നമ്മളെ ചിന്തിപ്പിക്കാനും തന്നെയാണ്. അങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞാൽ ഞാൻ സൂചിപ്പിച്ച പോലെ നമുക്ക് സമയം ഉണ്ടാവും. പ്രത്യേകിച്ച് നല്ല കാര്യങ്ങൾക്ക് കൂടുതൽ സമയം കാണും, സമയമുണ്ടായിക്കൊണ്ടിരിക്കും. ആ ഒരു സമയത്തിലേക്ക് എത്താൻ വേണ്ടിയാവണം നമ്മുടെ ഈ ക്ലാസ്സുകളും അതുപോലെ ഈ ചർച്ചകളും ഇതുമായി ബന്ധപ്പെട്ട ആലോചനകളുമൊക്കെ എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഞാൻ വിഷയത്തിലേക്ക് വരാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം മനുഷ്യൻ എന്ന അത്ഭുത സൃഷ്ടി. ഇതിൽ 9 സൂറത്തുകളിൽ നിന്നുള്ള ഏതാനും ആയത്തുകളാണ് ഞാനിവിടെ ഇന്ന് ഓർത്തു വെക്കുന്നത്. അതിലാദ്യം സൂറത്ത് അറാഫ്, 7ാമത്തെ സൂറത്താണ്. 172 മുതൽ 174 വരെയുള്ള ആയത്തുകൾ. وَإِذْ أَخَذَ رَبُّكَ مِنْ بَنِي آدَمَ مِنْ ظُهُورِهِمْ ذُرِّيَّتَهُمْ وَأَشْهَدَهُمْ عَلَى أَنْفُسِهِمْ أَلَسْتُ بِرَبِّكُمْ وَأَشْهَدَهُمْ عَلَى أَنفُسِهِمْ أَلَسْتُ بِرَبِّكُمْ قَالُوا بَلَى شَهِدْنَا أَن تَقُولُوا يَوْمَ الْقِيَامَةِ إِنَّا كُنَّا عَنْ هَذَا غَافِلِينَ. നിന്റെ രക്ഷിതാവ് ആദം സന്തതികളിൽ നിന്ന് അവരുടെ മുതുകുകളിൽ നിന്ന് അവരുടെ സന്താനങ്ങളെ പുറത്തു കൊണ്ടുവരികയും അവരുടെ കാര്യത്തിൽ അവരെ തന്നെ അവൻ സാക്ഷി നിർത്തുകയും ചെയ്ത സന്ദർഭം ഓർക്കുക. അവൻ ചോദിച്ചു, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ? അവർ പറഞ്ഞു, അതെ, ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. തീർച്ചയായും ഞങ്ങൾ ഇതിനെപ്പറ്റി ശ്രദ്ധയില്ലാത്തവരായിരുന്നു എന്ന് ഉയിർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നിങ്ങൾ പറഞ്ഞേക്കും എന്നതിനാലാണ് അങ്ങനെ ചെയ്തത്. ഇത് ഈ പടച്ചതമ്പുരാനെ കുറിച്ചുള്ള നമ്മുടെ അറിവ്, നമ്മുടെ തിരിച്ചറിവ്, നമ്മുടെ അംഗീകാരം,
അത് ഒരു പ്രവാചകന്റെ സാന്നിധ്യമില്ലെങ്കിൽ പോലും. നമ്മളൊരു പ്രവാചകനെയും കണ്ടില്ല, ഒരു പ്രബോധകനെയും കണ്ടില്ല, ഒരു വേദഗ്രന്ഥവും കിട്ടിയില്ല, ഏതോ ഒരു കാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ പോലും നമുക്ക് സ്വയം ഉൾക്കൊള്ളുവാനും ബോധ്യപ്പെടുവാനും കഴിയുന്നതാണ് പടച്ചതമ്പുരാനുമായുള്ള ബന്ധമെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ. പടച്ചോനെ മനസ്സിലാക്കുക, പടച്ചോനെ കണ്ടെത്താൻ, അവൻ്റെ സാന്നിധ്യം അറിയാൻ ഒരു വേദഗ്രന്ഥത്തിൻ്റെയോ ഒരു പ്രവാചകൻ്റെയോ ആവശ്യമില്ല. കാരണം മനുഷ്യന് മാത്രമാണുള്ള ബുദ്ധിയുള്ളത്, അത് ഉപയോഗപ്പെടുത്തിയാൽ തന്നെ കണ്ടെത്തുന്നുണ്ട്. എന്തുകൊണ്ട്? ജന്മന അവൻ്റെ സൃഷ്ടിപ്പിൽ പ്രകൃതിദത്തമായി ഊട്ടിയുറപ്പിക്കപ്പെട്ടതാണ് ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ ശരിയാവുമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് അങ്ങനെ പറയണം. ദൈവവിശ്വാസം അത് അള്ളാഹു ഇവിടെ ഉപയോഗിച്ചെന്തായാലും ആദം സന്തതികളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് അവൻ ചോദിക്കുകയാണ്, അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ രക്ഷിതാവല്ലയോ? ഖാലു ബല ഷഹിദിന, അവർ പറഞ്ഞു അതെ, ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. എന്നിട്ട് എന്തിനാണ് അള്ളാഹു ഇത് ചെയ്തത്? ആ ചെയ്തത് എന്തിനാണ് പിന്നെ പറഞ്ഞത്? അൻ തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ. നിങ്ങൾ പരലോകത്ത് വരുമ്പോൾ ഇങ്ങനൊരു പടച്ചോനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, ഞങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ അശ്രദ്ധയിലായിരുന്നു, ഞങ്ങൾക്ക് അതൊന്നും അറിയാൻ അവസരം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാതിരിക്കാൻ. എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ന ആ പിന്നെ സൃഷ്ടാവിനെ, ക്രിയേറ്ററെ നമുക്ക് ബോധ്യപ്പെടാൻ നമ്മൾ നമ്മളെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി എന്നുള്ളതാണ്. എങ്കിൽ പിന്നെ എന്തിനാണ് പ്രവാചകന്മാരും ഖുർആനുമൊക്കെ വേദഗ്രന്ഥങ്ങളൊക്കെ? അത് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു പഠനത്തിലേക്ക്, അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത്, അവനോടാണ് പ്രാർത്ഥിക്കേണ്ടത്, അവൻ നൽകുന്ന നിർദ്ദേശങ്ങളാണ് പാലിക്കേണ്ടത് എന്നൊക്കെ അടക്കമുള്ള മനുഷ്യജീവിതത്തിൻ്റെ മറ്റനേകം തലങ്ങളിലേക്കുള്ള വിശദമായ ഒരു മാർഗദർശനം നൽകാനാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളും വന്നത്. അപ്പോൾ ഒരു വേദഗ്രന്ഥവും ഒരു പ്രവാചകനും ഇല്ലെങ്കിലും ഒരാൾക്ക് അള്ളാഹുവിനെ അറിഞ്ഞില്ല എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ സംവിധാനം മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രകൃതിദത്തമായി കൂട്ടിയുറപ്പിച്ചിട്ടുണ്ട്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകം, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ർ ഫഅബവാഹു യുഹബ്ബിദാനി ഔ യുനസ്സിറാനി ഔ യുമജ്ജിസാനി. എല്ലാ കുട്ടികളും ജനിക്കുന്നത് പ്രകൃതിദത്തമായ പരിശുദ്ധിയോടുകൂടിയാണ്. പ്രകൃതിദത്തമായ പരിശുദ്ധിയോടുകൂടിയാണ് എല്ലാ കുട്ടികളും ജനിക്കുന്നത്. എന്നിട്ട് പറയുന്നത് അവൻ്റെ മാതാപിതാക്കൾ അല്ലെങ്കിൽ അവൻ്റെ സാഹചര്യം അവനെ ജൂതനാക്കുന്നു, ക്രിസ്ത്യാനിയാക്കുന്നു, മജൂസിയാക്കുന്നു. അവിടെ പറയാതെ പോയ സാധനം എന്താ? അവനെ മുസ്ലിം ആക്കുന്നു എന്ന് പറഞ്ഞില്ല. സാഹചര്യമാണ്, മാതാപിതാക്കളാണ് അവനെ മുസ്ലിമാക്കുന്നത് എന്ന് ഖുർആൻ റസൂൽ പറഞ്ഞില്ല. ജൂതനാക്കുന്നു, ക്രൈസ്തവനാക്കുന്നു, മജൂസിയാക്കുന്നു, ബഹുദൈവാരാധകനാക്കുന്നു, മതനിഷേധിയാക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഓക്കെ, പക്ഷേ മുസ്ലിമാക്കുന്നു എന്ന് പറഞ്ഞില്ല. എന്താ കാരണം? മുസ്ലിം എന്ന പദത്തിൻ്റെ ആകത്തുക അത് അറിഞ്ഞ് അംഗീകരിച്ച് സമർപ്പിക്കുക എന്നുള്ളതാണ്. അറിഞ്ഞ് അംഗീകരിച്ച് സമർപ്പിക്കുന്ന ഒരു ശരീരത്തോടു കൂടി ആ ശരീരത്തെക്കുറിച്ച് പഠിച്ചാൽ ഉൾക്കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നൊരു മനസ്സോടു കൂടിയാണ് മനുഷ്യനെ ഭൂമിയിലേക്ക് അയക്കുന്നത്. ആ മനസ്സ് നിർമ്മലമാണ്, പരിമളമാണ്. അതിലേക്ക് പിന്നീടാണ് ഷിർക്കിൻ്റെ, കുഫറിൻ്റെ പലതരത്തിലുള്ള ന്യൂനതകൾ അല്ലെങ്കിൽ കളങ്കങ്ങൾ പിന്നീട് കയറി വരുന്നതാണ്. ആ കയറി വരാൻ പല സാഹചര്യങ്ങളും ഉണ്ടാവാം. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് ഖുർആൻ വേറെ പറഞ്ഞിട്ടുണ്ട്, ഈ പ്രപഞ്ചത്തിലെ സകല സൃഷ്ടികളും പടച്ച റബ്ബിൻ്റെ നിയമങ്ങളെ നിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ട് ആ നിയന്ത്രണങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. മനുഷ്യ ശരീരവും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ഹൃദയം ഒരു മിനിറ്റിൽ 72 തവണയാണ് മിടിക്കുന്നത്. അങ്ങനെയാണ് മിടിക്കേണ്ടത്. ആ നിയമം നമ്മൾ ഒരുപാട് കാലത്തെ പരീക്ഷണ ഗവേഷണങ്ങളോടെ കണ്ടെത്തിയതാണ്, നമ്മൾ ക്രിയേറ്റ് ചെയ്തതല്ല. എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന് അങ്ങനെ ചെയ്യാൻ പറ്റൂ. അത് ആ വിഷയത്തിൽ ഹൃദയം 100% അതിൻ്റെ സൃഷ്ടാവിൻ്റെ നിയമത്തെ അംഗീകരിക്കുന്നുണ്ട്. ഒരു മാറ്റം ഉണ്ടാവില്ല. മാറ്റം വരുത്താൻ ശ്രമിച്ചാൽ അപകടം സംഭവിക്കും, കഴിയില്ല. ആ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ മാത്രമല്ല, ആ അവയവങ്ങൾക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ഓരോ സെല്ലുകളും, ആ സെല്ലുകൾക്കൊക്കെ നൽകപ്പെട്ടിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് മാത്രമേ അത് പ്രവർത്തിക്കൂ. അതുകൊണ്ടാണ്
ഈ തലമുടി വെട്ടാതെ വിട്ടാൽ കുറേ വളരും. അത് സെല്ലുകളാണ്. കണ്ണിൻ്റെ പിരികമോ അതും സെല്ലുകളാണ്. വെട്ടാതെ വിട്ടാലും അത് ഇത്ര തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഇത്രേ വളരാവൂ എന്നുള്ള അതിനെ കുറിച്ചൊരു നിയമമുണ്ട്, നിർദ്ദേശമുണ്ട്. അത് പാലിക്കും. ഇത് ഇത്തിരിയൊക്കെ വളരാം, ഒരു 3/4 മീറ്റർ വരെയൊക്കെ വളരാൻ പറ്റും. അങ്ങനെ വളർന്നോട്ടെ എന്നല്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ശരീരത്തിന് പോലും, നമ്മുടെ ശരീരത്തിന് പോലും ഒരു നിയമം കൊടുത്തിട്ടുണ്ട്. ആ നിയമം പാലിച്ചുകൊണ്ട് ആ ശരീരം പോകുന്നത്. ആ ശരീരത്തിനകത്തുള്ള മനസ്സിന് സ്വാഭാവികമായും ആ നൈർമല്യം ഉണ്ടാകും, പിന്നീട് കളങ്കപ്പെടുത്താതിരുന്നാൽ. ഇതാണ് ഈ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം. അപ്പോൾ വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചത് മനുഷ്യ ജീവിതത്തിൽ അവൻ്റെ പ്രകൃതിയിൽ ഊട്ടിയുറപ്പിക്കുന്നതാണത് ദൈവവിശ്വാസം, അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള അംഗീകാരം, അനുഭവം. ഇതിലെ ചില പദങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിൽ വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദമ. അഖദ യഖുദു എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എടുക്കുക എന്നാണ് പറയാം, സ്വീകരിക്കുക, എടുക്കുക എന്നൊക്കെ പറയും. അഖദ. വഇദ് അഖദ റബ്ബുക, നിന്റെ രക്ഷിതാവ് എടുത്തിരിക്കുന്നു, സ്വീകരിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് പദത്തിൻ്റെ അർത്ഥം. ഇവിടെ ഈ ആയത്തിൽ പറഞ്ഞത് പുറത്തെടുത്തിരിക്കുന്നു. മിൻ ബനി ആദമ, ആദം സന്തതികളിൽ നിന്ന്. വിശദാംശങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന സംഗതികളാണ്, ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ചില പദങ്ങൾ മാത്രം നമുക്കൊന്ന് ഓർത്തു വെക്കാനുണ്ടാവും. മിൻ ബനി ആദമ മിൻ ലുഹൂരിഹിം, അവരുടെ മുതുകുകളിൽ നിന്ന്. ലഹർ എന്ന പദത്തിൻ്റെ ബഹുവചനമാണ് ലുഹൂർ. ലഹർ ലുഹൂർ. ലഹർ ലുഹൂർ. ലഹർ എന്ന് പറഞ്ഞാൽ മുതുക്. ലഹർ മുതുക്. ഈ മുതുകിനെ കുറിച്ച് മറ്റൊരു രൂപത്തിൽ ഖുർആൻ വേറെ ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ ഇൻഷാ അല്ലാഹ് ഈ പാഠത്തിൽ തന്നെ വരുന്നുണ്ട് വിഷയം, ഈ ലഹറിനെ കുറിച്ച്. അവിടെ നിന്നാണ് മനുഷ്യൻ്റെ ഉൽപ്പത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഭാഗം അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആദം സന്തതികളെ അവരുടെ മുതുകുകളിൽ നിന്ന് നാം പുറത്തു കൊണ്ടുവന്നു. വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ളുഹൂരിഹിം. എന്നിട്ട് ആരെ കൊണ്ടുവന്നു? ദുരിയത്ത്. ദുരിയത്ത് എന്ന സന്തതികൾ, സന്താനങ്ങൾ. ദുരിയത്ത് സന്താനം, ദുരിയാത്ത് സന്താനങ്ങൾ. ദുരിയത്ത്. ഇത് ഞാനിവിടെ എഴുതുന്നത് ആവശ്യമുള്ളവർക്ക് എഴുതിയെടുക്കാന്നുള്ളതൊക്കെ മാറുന്ന, എല്ലാവരും ഇത് കണ്ടുകൊണ്ട് എഴുതണമെന്നൊന്നുമില്ല. ആവശ്യമുണ്ടെങ്കിൽ, വേണമെന്ന് തോന്നിയത്, നമുക്ക് അറിയാത്ത കാര്യമാണെങ്കിൽ മാത്രം നോട്ട് ചെയ്താൽ മതി. അങ്ങനെയുള്ള ആളുകൾക്ക് ആവശ്യമാണെന്ന് തോന്നിയത് കൊണ്ട് ചില ആളുകളുടെ നിർദ്ദേശം കൂടിയാണ് ഇങ്ങനെ ഒരു സിസ്റ്റം കൂടി വെച്ചത്. ഇത് വലിയ സംഭവമാക്കാനൊന്നുമല്ല, നമ്മുടെ ഒരു ഒരു സഹായത്തിന് വേണ്ടിയിട്ടാണ് ഉസാമ നമ്മൾ കൂടെ നിൽക്കുന്നത്. അപ്പോൾ ദുരിയത്ത് എന്ന് പറഞ്ഞാൽ സന്താനം. എന്നിട്ടോ അഷ്ഹദഹും അലാ അൻഫുസിഹിം, അവരെന്ത് ചെയ്തു? സാക്ഷികളാക്കി, സാക്ഷി നിർത്തി. അഷ്ഹദ എന്ന് പറഞ്ഞാൽ സാക്ഷി നിർത്തുക എന്ന് പറയും, സാക്ഷി നിർത്തുക. അലാ അൻഫുസിഹിം എന്ന് പറഞ്ഞാൽ അവർക്കെതിരെ തന്നെ. അഷ്ഹദ അല എന്ന് പറഞ്ഞാൽ ഒരാൾക്കെതിരെ സാക്ഷി പറയാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ലിമ ഷഹിത്തും അലാം, മനസ്സിലായി? നിങ്ങൾ എന്തിനാ ഞങ്ങൾക്കെതിരെ എന്ന് പറയുക, ഞങ്ങൾക്കെതിരെ ഇതിനെ സാക്ഷി പറയുന്നു, ഷഹിദ. ആ ഷഹിദ് എന്നുണ്ടായിരിക്കുന്ന പദമാണ് അഷ്ഹദ. അത് വളരെ വിശാലമായ തലങ്ങളിലേക്ക് പോയിരിക്കുന്ന ഷഹീദ്, ഷഹാദത്ത്, അങ്ങനെ ഒരുപാട് പദങ്ങൾ അതിന് കൂടെ ഉണ്ട്. വിശദാംശങ്ങൾക്ക് പോകുന്നില്ല. അപ്പോൾ അഷ്ഹദഹും അവരെ അല അൻഫുസിഹിം അവർക്കെതിരെ തന്നെ സാക്ഷി നിർത്തി. അവരോട് തന്നെ, അവർക്ക് വേണ്ടി തന്നെ അവരെ സാക്ഷി നിർത്തിക്കൊണ്ട് അള്ളാഹ് ചോദിക്കുന്നൊരു ചോദ്യം, അലസ്തു ബി റബ്ബിക്കും. ലൈസ എന്ന പദമാണ് ഈ പദം വന്നത്. ലൈസ എന്ന് പറഞ്ഞാൽ നമ്മൾ അല്ല ഇല്ല എന്നൊക്കെ പറയാനാണ് അത് ഉപയോഗിക്കുന്നത്. ആ ലൈസ എന്ന് പറഞ്ഞാൽ ഇല്ലയോ എന്നാ. അലൈസ ഇല്ലയോ അല്ലെങ്കിൽ അല്ലയോ. ഇവിടെ അതിലൊരു തൂക്ക് കൂടി വന്നിട്ടുണ്ട്. അലസ്തു ഞാനല്ലയോ, അലസ്തു ഞാനല്ലയോ, ബി റബ്ബിക്കും നിങ്ങളുടെ രക്ഷിതാവ്. റബ്ബ് എന്ന പദത്തിനും ഞാൻ ഒന്നുകൂടി പറയാണ്, രക്ഷിതാവ് എന്നത് മലയാളത്തിൽ കൊടുക്കാവുന്നതിൽ ഏതാണ്ട് യോജിക്കാവുന്ന ഒരു പദം മാത്രമാണ്. റബ്ബ് എന്ന പദത്തിൻ്റെ പൂർണ്ണമായ അർത്ഥം രക്ഷിതാവ് എന്ന പദത്തിൽ ഒതുങ്ങില്ല. നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് നമുക്കത് മനസ്സിലാവും. ഖുർആൻ അത് ഉപയോഗിച്ചിരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളിലൂടെ അങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പോൾ അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ. ഖാലു അവർ പറഞ്ഞു, ഖാല യഖൂലു അതിൻ്റെ പദമാണ് ഖാല. ഖാല ഖാലു അവർ പറഞ്ഞു. ബല. ബല എന്നത് അറബി ഭാഷയിൽ ഉപയോഗിക്കുന്നത് ഒരു സമ്മതിക്കാനാണ്. അല്ലയോ എന്ന് വെച്ചാൽ അതെ എന്ന് പറയാനാണ് ബല. ബല എന്ന് പറഞ്ഞാൽ അതെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ
പല വിഷയങ്ങളും ഇങ്ങനെ ചോദിക്കുമ്പോൾ സുഹാബികൾ പറയുന്ന മറുപടി ബല എന്നായിരിക്കും. അതെ അതെ അമരി ഒറ്റ വാചകത്തിൽ അതിൻ്റെ എല്ലാ ഉത്തരവും ഉണ്ടാവും. ബല. അങ്ങനെ അവർ പറഞ്ഞു ഷഹിദിന, ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, നീ ഞങ്ങളുടെ രക്ഷിതാവാണ് എന്നതിന് ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ഇത് ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ അവൻ ഈ ഒരു അറിവിനെ, അംഗീകാരത്തെ ഊട്ടിയുറപ്പിച്ചൊരു ഘട്ടമാണ് ഈ പറഞ്ഞു വെച്ചത്. എന്നിട്ടോ ഇനി ബാക്കി പറയുന്നു, അൻ തഖൂലു യൗമൽ ഖിയാമത്തി, നിങ്ങൾ പറഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. അൻ തഖൂലു, നിങ്ങൾ പറഞ്ഞേക്കാം. പറയാതിരിക്കാൻ എന്നാണ് ഇവിടെ അർത്ഥം കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ പറഞ്ഞേക്കാം. എന്താ പറയാ? യൗമൽ ഖിയാമത്തി, അന്ത്യദിനത്തിൽ, ഇന്നാ കുന്ന, തീർച്ചയായും ഞങ്ങളായിരുന്നു അൻഹാദ ഇതിനെക്കുറിച്ച്, അഥവാ നിന്നെക്കുറിച്ച്, ഈ ഒരു ലോകത്തെക്കുറിച്ച്, ഈ ഒരു അവസ്ഥയെക്കുറിച്ചൊക്കെ ഞങ്ങളായിരുന്നു എന്ത് ഗാഫിലീൻ. ഗാഫിൽ എന്ന് പറഞ്ഞാൽ അശ്രദ്ധൻ. അതിനുണ്ടായ പദമാണ് നമ്മൾ ഉമ്മമാർ ഉപയോഗിക്കുന്ന ഒഫലത്ത്. ഒഫലത്തിലറിയില്ലേ? ഗഫലത്ത് എന്നാണ് പദം. ഗഫലത്ത്, ഗാഫിൽ എന്ന് പറഞ്ഞാൽ അശ്രദ്ധൻ. ഗാഫിൽ അശ്രദ്ധൻ. അപ്പോൾ ഞങ്ങൾ ഇതിനെക്കുറിച്ച് അശ്രദ്ധയിലായിരുന്നു എന്ന് നിങ്ങൾ പരലോകത്ത് പറഞ്ഞേക്കാം. അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടിയാണ് അവൻ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയത്. അടുത്ത ആയത്ത് നോക്കാം. ഔ തഖൂലൂ ഇന്നമാ അശ്റക ആബാഉനാ മിൻ ഖബ്ലു വകുന്നാ ദുർരിയതൻ മിൻ ബഅദിഹിം أفتهلكنا بما فعل المبطلون. അല്ലെങ്കിൽ മുമ്പ് തന്നെ ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ അല്ലാഹുവിനോട് പങ്കു ചേർത്തിരുന്നു. ഞങ്ങൾ അവർക്കുശേഷം സന്തതി പരമ്പരകളായി വന്നവർ മാത്രമാണ്. എന്നിരിക്കെ ആ അസത്യവാദികൾ പ്രവർത്തിച്ചതിന്റെ പേരിൽ നീ ഞങ്ങളെ നശിപ്പിക്കുകയാണോ എന്ന് നിങ്ങൾ പറഞ്ഞേക്കും എന്നതിനാൽ. രണ്ടാമത്തെ ഒരു ആർഗ്യുമെന്റ് കൂടി പൊളിക്കുകയാണ്. ഭൂമിയിൽ ബഹുഭൂരിപക്ഷം മനുഷ്യന്മാരും ദൈവവിശ്വാസികളാണ്. ദൈവവിശ്വാസികളിൽ മഹാഭൂരിപക്ഷവും ബഹുദൈവ വിശ്വാസികളുമാണ്. ബഹുദൈവ ആരാധകന്മാർ, വിശ്വാസികളല്ല, ബഹുദൈവ ആരാധകന്മാരാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം യഥാർത്ഥ ദൈവത്തെ വേണ്ട വിധം അറിയാനും അറിഞ്ഞ് തൃപ്തിപ്പെടുവാനും നമുക്ക് സാധിക്കാതെ പോയി എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും പറയാറുള്ള അല്ലെങ്കിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു ദിക്റുള്ള വാചകം ഇതാണ്, റളിയതു ബില്ലാഹി റബ്ബൻ. ഞാൻ അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. ആ തൃപ്തിയില്ലായ്മയാണ് നമ്മുടെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളുടെയും കാരണം. കല്യാണം കഴിച്ചു, 5-6 മാസം കഴിഞ്ഞു, തൃപ്തിയില്ല. അപ്പോൾ പിന്നെ ബസ് സ്റ്റോപ്പിൽ പോയിക്കും. മനസ്സിലല്ലേ? പിന്നെ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ പോയിക്കും. കാരണം കോളേജിലേക്ക് കുട്ടികൾ പോകുന്ന നേരമാണ്, അവിടെ അങ്ങനെ പോയിക്കും. ആ പോയിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ തൃപ്തി കിട്ടുന്നില്ല. ആണിനും പെണ്ണൊക്കെയുള്ള പ്രശ്നം തന്നെയാണ്. 3 കുട്ടികളുടെ 36 വയസ്സായി. എന്നിട്ട് നല്ലൊരു വീടുണ്ടാക്കിക്കൊണ്ടിരിക്കുക. ആ വീടിൻ്റെ ജോലിക്ക് വേണ്ടി വന്നിരിക്കുന്ന ആശാരിൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. തിരിച്ചു അങ്ങനെ തന്നെയാണ്. ഭാര്യ 4ാമത്തെ പ്രസവിച്ചു കൊടുക്കുകയാണ്. അത് ശുശ്രൂഷിക്കാൻ വന്നിരിക്കുന്ന പെണ്ണിനെയും കൂട്ടിയിട്ട് ഇവനും പോയി. ഇതൊക്കെ എന്താ പ്രശ്നം? തൃപ്തിയാണ് വിഷയം. ആ തൃപ്തിയില്ലായ്മ നമ്മളെ പലരിലേക്കും നയിക്കും. ഇത് തന്നെയാണ് പടച്ച റബ്ബിനെ തൃപ്തിപ്പെടേണ്ട വിധം തൃപ്തിപ്പെട്ടില്ല. കാരണം അവനെ അറിയേണ്ട വിധം അറിഞ്ഞില്ല. അതിന് ശ്രമിക്കാതിരിക്കുമ്പോൾ ആളുകൾ ചെന്ന് ചേരുക എവിടെയാണ്? അവന് സമാധാനം കിട്ടാൻ, സ്വസ്ഥത കിട്ടാൻ, ശാന്തി കിട്ടാൻ പല ദൈവേതര ശക്തികളിലേക്കും അവൻ സ്വാഭാവികമായി കടന്നു ചെല്ലും. വളരെ ആത്മാർത്ഥമായി മനസ്സും ശിരസ്സും അവിടെ നമിക്കും. അതാണ് ഷിർക്കിൻ്റെ പ്രകടമായ ഒരു ഭാഗം. ആ ഷിർക്കിലേക്ക് എത്തുന്നവർക്കുള്ള എക്കാലത്തെയും ന്യായം എന്താ? ഞങ്ങളിങ്ങനെ പൂർവികമായി, പാരമ്പര്യമായി, ഞങ്ങൾ കാരണവന്മാരുടെ ഉപ്പാപ്പന്മാരുടെ ഇങ്ങനെ കണ്ടുപോന്നിരിക്കുന്ന ഒരു വിശ്വാസമാണ്, ആദർശമാണിത്. അത് തള്ളിക്കളയാൻ ഞങ്ങൾ തയ്യാറല്ലാന്ന്. അതന്നെ ഇവിടെയും പറഞ്ഞത്. ഞങ്ങൾ ഈ വാപ്പാരെ മക്കൾ മാത്രമാണ്. ആ വാപ്പാരെ കാണിച്ചെന്ന് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങൾ പിടിക്കാൻ പാടുണ്ടോ? അവരല്ലേ അധർമ്മകാരികൾ, അതിനെന്തിനാണ് ഞങ്ങൾ ശിക്ഷിക്കുന്നത് എന്ന് നിങ്ങൾ പരലോകത്ത് ചോദിച്ചേക്കും. അങ്ങനെ ചോദിക്കാനും നിങ്ങൾക്ക് അവകാശമുണ്ടാവരുത്. ഇത് ഒന്നുകൂടി മനസ്സിലാവും. ഈ ദുനിയാവിലെ ഏത് വിഷയത്തിലാണ് നമ്മൾ മാതാപിതാക്കളെ അങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്നത്? ഏത് വിഷയത്തിലാണ്? ഏതെങ്കിലും വിഷയത്തിലുണ്ടോ? എൻ്റെ വല്യാപ്പ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള അദ്ദേഹത്തിൻ്റെ സ്വപ്നം ഉണ്ടാവുമല്ലോ, ആ സ്വപ്നമനുസരിച്ച് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ശേഷിയും കൂടി ഉപയോഗപ്പെടുത്തിയിട്ട് അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഏറ്റവും
ഏറ്റവും മനോഹരമായിരിക്കുന്നൊരു വീട്. ആ വീട് ഒരു 50 കൊല്ലം കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിലാണ് വരുന്നത്. ഞാൻ എന്ത് ചെയ്യും? ബുൾഡോസർ വെച്ചിട്ട് പൊളിച്ച് തകർത്തിട്ട് എൻ്റെ ഐഡിയയിൽ ഞാൻ വേറെ വീടുണ്ടാക്കും. വല്യാപ്പ ഉണ്ടാക്കിയാണ്, വല്യാപ്പൻ്റെ സ്വപ്നമാണത്, അത് യാഥാർത്ഥ്യമാക്കിയതാണ്. എന്നിട്ട് അത് നമ്മൾ അംഗീകരിച്ചോ? അവർക്കത് ഓക്കെ ആയിരുന്നു, നമുക്ക് പറ്റില്ല. അവർ ധരിച്ചിരുന്ന വേഷവിധാനം നമ്മൾ മാറ്റിയല്ലോ. അവർ കഴിക്കാത്ത എന്തെല്ലാം ആഹാരങ്ങൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വല്യാപ്പത് പൊഴിച്ചതില്ല എന്നല്ലേ കഴിക്കുക. അങ്ങനെ ഓരോന്നും അവർ ഉപയോഗിക്കാത്ത വാഹനം, കാളവണ്ടി ഉപയോഗിച്ചൊരു കാലം അവർക്ക് കഴിഞ്ഞു. നമ്മൾ നല്ല എല്ലാ സൗകര്യവുമുള്ള നല്ല കാറിൽ അങ്ങനത്തെ വാഹനത്തിൽ നമ്മൾ യാത്ര ചെയ്യുന്നത്. വിമാനത്തിലൊക്കെ എൻ്റെ വല്യാപ്പ വിമാനം കാണുക സ്വപ്നം കണ്ടിട്ട് കൂടില്ല. അവിടെ ഞാൻ വിമാനത്തിൽ കയറില്ലെന്ന് അറിയാൻ പറയാറുണ്ടോ? എല്ലാം ഇനി വിദ്യാഭ്യാസ മേഖല, നമ്മൾ എടുക്കുന്ന ഓരോ ഉപകരണങ്ങളും ഒക്കെ. ഇവിടെ ഒന്നും ഭൗതികമായ ഒരു വിഷയത്തിന് ചികിത്സ. ഏയ് എൻ്റെ വല്യാപ്പാൻ്റെ കാലത്തൊന്നും ഒരാളുടെ ശരീരം ഇങ്ങനെ കീറി മുറിക്കുന്ന പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് എന്നെ ഓപ്പറേഷൻ ചെയ്യണ്ട എന്ന് ഏതെങ്കിലും സാധു പറയോ? ഇല്ല. എങ്കിൽ മാത്രമല്ല, ഒരു മയ്യത്തുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക? അതിന് മുകളിൽ ഒരു ഈച്ച ഇരിക്കുന്നത് പോലും നമ്മൾ ശ്രദ്ധിക്കും അല്ലേ? അത്ര മാത്രം ശ്രദ്ധിക്കുന്ന മയ്യത്തിനാണ് ഡോക്ടർമാർ എന്ത് ചെയ്യുന്നത്? പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. അപ്പം മകൻ പോയി തടുക്കുമോ? ഏയ് ഇതൊന്നും എൻ്റെ വാപ്പ ചെയ്യാത്ത വല്യാപ്പ ചെയ്യാത്ത പണിയാണ്, അത് ശരിയാവില്ല എന്ന് പറയോ? ഇല്ല. എന്ന് പറഞ്ഞാൽ ദുനിയാവിൻ്റെ കാര്യത്തിൽ നമുക്ക് ഈ കാരണവന്മാരെ, മാതാപിതാക്കളെ അന്ധമായി അനുകരിക്കുന്ന അവസ്ഥ വളരെ കുറച്ചേ ഉള്ളൂ. എന്നാൽ ദീനിൻ്റെ കാര്യം വരുമ്പോഴോ അവിടെ നമ്മൾ ഭയങ്കര മടിയന്മാരാണ്. അത് വേഗം ആണ്ട് വിട്ടുകൊടുത്തിട്ട് എന്നെ രക്ഷപ്പെടാം, അവർ സുഖമാണ്. ഏയ് ഇപ്പം നമുക്ക് ആലോചിക്കാനും ചിന്തിക്കാനും പഠിക്കാനൊന്നും നമ്മളാളല്ല. അതൊക്കെ വല്യാപ്പാർ പറഞ്ഞ പോലെ അങ്ങനെ പോന്നാൽ മതി. അങ്ങനെ പോന്നിട്ടാണ് ഈ ഷിർക്കിലെത്തിയത് ആൾക്കാർ. എന്നല്ലാതെ ഷിർക്കിന് മനുഷ്യബുദ്ധിയുടെ ഒരു പിൻബലമില്ല. മനുഷ്യബുദ്ധിയുടെ, ചിന്തയുടെ, ആലോചനയുടെ, കൂടെ പ്രമാണങ്ങളുടെ ഒരു പിൻബലവും ഷിർക്കിനില്ല. ആ ഷിർക്ക് ചെയ്യുന്ന ആളുകൾ പരലോകത്ത് വരുമ്പോൾ അവർ പറയുമെന്ത്? ഞങ്ങളെ വല്യാപ്പരെ കണ്ടതാണ്, അങ്ങനെ വന്നതാണ്, അതുകൊണ്ട് അവരെയാണ് ശിക്ഷിക്കേണ്ടത്, ഞങ്ങളെല്ലാം നിങ്ങൾ പറയും. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാതിരിക്കാനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ പ്രകൃതിദത്തമായി ദൈവവിശ്വാസം, ദൈവത്തെക്കുറിച്ചുള്ള അറിവും ധാരണയും അവിടെ ഊട്ടി ഉറപ്പിച്ചു വെച്ചത്. എന്താണ്? ഔ തഖൂലു, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞേക്കും. ഔ തഖൂലു, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞേക്കും എന്ത്? ഇന്നമാ അശ്റക ആബാഉന, തീർച്ചയായും ഞങ്ങളുടെ പിതാക്കളാണ് ശിർക്ക് ചെയ്തത്, അവർ ശിർക്ക് ചെയ്തിരുന്നു. അശ്റക എന്ന് പറഞ്ഞാൽ ശിർക്ക് ചെയ്തു. ശിർക്ക് പങ്കു ചേർക്കുക, പങ്കാളിയാക്കുക. പടച്ച റബ്ബിന് മാത്രം അവകാശപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് പടച്ചവനല്ലാത്ത ആർക്ക് പങ്കുവെക്കുന്നതിനും ശിർക്ക് എന്ന് പറയും. അതിൻ്റെ ഷിർക്കിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല, അത് നമുക്ക് പിന്നെ പഠിക്കാം. അശ്റക, ശിർക്ക് ചെയ്തു. അത് ചെയ്യുന്ന ആൾക്കുള്ള പേരാണെന്ത്? മുശ്രിക്ക്. അശ്റക ബഹുദൈവാരാധന നിർവഹിച്ചു, അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസിയായി എന്നൊക്കെ പറയാം. അത് ചെയ്യുന്ന ആള് മുശ്രിക്ക്. അശ്റക യുശ്രിക്കു, മുശ്രിക്ക്. അപ്പോൾ ഇന്നമാ അശ്റക ആബാഉന, അബിൻ്റെ ജമ്മാണ് ആബാ. അബ് പിതാവ്, ആബാ പിതാക്കൾ. പിതാക്കൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് ഒന്നിലധികം പിതാക്കൾ ഉണ്ടാവുന്നല്ല, ആ പിതൃ പരമ്പരയെക്കുറിച്ച് പറയാനാണ് അവിടെ ജമ്മായ പദം ഉപയോഗിച്ചത്. ശരിക്കും പിതാവ് എന്ന പദത്തിന്, മാതാവ് എന്ന പദത്തിനോ ജമ്മിൻ്റെ ആവശ്യമില്ല. എന്താ കാരണം? അത് ഏതൊരാൾക്കും ഒന്നേ ഉണ്ടാവുള്ളൂ. പിന്നെ എന്തിനാണ് ഉപയോഗിച്ചത്? പരമ്പര എങ്ങനെ പോകാൻ. പിതൃപരമ്പര, മാതൃപരമ്പര, അതായത് മാതാപിതാക്കളുടെ പരമ്പര, അതിന് ഉപയോഗപ്പെടുത്താനാണ് ആബ എന്ന പ്രയോഗം ഉപയോഗിച്ചത്. അർത്ഥം പിതാക്കൾ എന്നാണെങ്കിലും ഉദ്ദേശം പിതൃപരമ്പര എന്നാണ്. അപ്പോൾ ഇന്നമാ അശ്റക ആബാഉന മിൻ ഖബൽ, മുമ്പ്, ഖബൽ എന്ന് പറഞ്ഞാൽ മുമ്പ്, നേരത്തെ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ പിതൃപരമ്പര ശിർക്ക് ചെയ്യുന്നവരാണ്, അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. വകുന്നാ ദുർരിയതൻ മിൻ ബഅദിഹിം, ഞങ്ങൾ അവർക്ക് ശേഷം വന്നിരിക്കുന്ന സന്താനങ്ങളാണ്. ദുർരിയത്ത് നമ്മൾ നേരത്തെ പഠിച്ചു. വകുന്നാ ദുർരിയതൻ മിൻ ബഅദിഹിം, ഖബലിൻ്റെ ഓപ്പോസിറ്റാണ് ബഅദ്. ഖബല് മുമ്പ്, ബഅദ് ശേഷം, ബിഫോർ ആഫ്റ്റർ എന്നർത്ഥം. അപ്പോൾ പിന്നെ മിൻ ബഅദിഹിം, അവർക്ക് ശേഷം വന്നവരാണ് ഞങ്ങൾ. എന്നിരിക്കെ അഫതുഹ്ലികുനാ ബിമാ ഫഅലൽ മുബ്തിലൂൻ, ഹലാക്ക് എന്ന് പറഞ്ഞാൽ കുറയാലോ. ആളിപ്പോൾ ഹലാക്കിലാന്ന് പറഞ്ഞാൽ എന്നാ എന്തോരു നാശത്തിലാണ്, നഷ്ടത്തിലാണ്, അതെന്നെ പദം. ഹലാക്ക് എന്ന് പറഞ്ഞാൽ നാശം. അഹിലക്ക എന്ന് പറഞ്ഞാൽ നശിപ്പിച്ചു. ഹലാക്ക് നാശം, ഹലക്ക നശിച്ചു, അഹിലക്ക നശിപ്പിച്ചു. ഹലക്ക നശിച്ചു, അഹ്ലക്ക നശിപ്പിച്ചു. അഫതുഹ്ലികുന അതിനുണ്ടായാണ് ഹലക്ക, അഹ്ലക്ക,
തുഹ്ലിക്കു അഫ തുഹ്ലിക്കു നാ. അതിൽ 4 പദങ്ങളുണ്ട്. അ ഫ തുഹ്ലിക്കു നാ, ഇത്രയും പദങ്ങളുണ്ട്. ആ പദങ്ങൾക്കൊക്കെ സെപ്പറേറ്റ് അർത്ഥമുണ്ട്. വിശദമായി ഞാൻ പറഞ്ഞത്, ഭാഷ നമ്മൾ പഠിപ്പിക്കുന്നില്ല, അത് നമുക്ക് ഒരു ഘട്ടം കഴിഞ്ഞിട്ട് ആലോചിക്കേണ്ട സംഗതിയാണ്. അഫ തുഹ്ലിക്കുന, എന്നിരിക്കെ ഞങ്ങളെ നശിപ്പിക്കുകയാണോ, ഞങ്ങളെ ശിക്ഷിക്കുകയാണോ, എല്ലാം ഒന്നില്ല, ചെറിയ പദമാണ്. അതാണ് അറബി ഭാഷയുടെ പ്രത്യേകത. അല്ല, എന്നിരിക്കെ ഞങ്ങളെ നശിപ്പിക്കുകയാണോ എന്ന് വലിയൊരു അർത്ഥം കിട്ടാൻ അഫ തുഹ്ലിക്കുന ചെറിയൊരു പദം ആണ് ഖുർആന്റെ ശൈലി, ഭാഷന്റെ ശൈലി അതാണ്. ശരി, അപ്പോ എന്നിരിക്കെ ഞങ്ങളെ നശിപ്പിക്കുകയാണോ? ബിമാ ഫഅലൽ മുബ്തിലൂൻ. ബിമാ ഫഅലൽ മുബ്തിലൂൻ. എന്താ മുബ്തിൽ എന്ന് പറഞ്ഞാൽ? ബാത്തിലിന്റെ ആളുകൾ. ബാത്തില് അസത്യം, നിഷ്ഫലം എന്നർത്ഥമുണ്ട് അതിന്. ഇപ്പോൾ നോമ്പ് ബാത്തിലായി എന്ന് പറഞ്ഞാൽ നോമ്പ് അസത്യമായി എന്നല്ല, നോമ്പ് നിഷ്ഫലമായി എന്നാണ്. എന്നാൽ ബാത്തിൽ ഉപയോഗിച്ചത് ഏറെയും നിഷ്ഫലം എന്ന് പറയാനല്ല, അസത്യം എന്ന് പറയാനാണ്. ബാത്തിൽ നിന്നുണ്ടായ പദമാണെന്ത്? അബ്തല, ബാത്തിലാക്കി, നിഷേധിച്ചു. അബ്തല നിഷേധിച്ചു. മുബ്തിൽ നിഷേധിക്കുന്നവൻ. ഇവിടെ ഉപയോഗിച്ചത് മുബ്തിലൂൻ, നിഷേധിക്കുന്നവർ. അപ്പോ അഫ തുഹ്ലിക്കുന ബിമാ ഫഅലൽ മുബ്തിലൂൻ, ആ നിഷേധികൾ അഥവാ ഞങ്ങളുടെ പൂർവികരായിരിക്കുന്ന ആളുകളെ നിഷേധിച്ചത്, ആ നിഷേധികൾ ചെയ്ത അക്രമത്തിന്റെ പേരിൽ ഞങ്ങളെ പിടികൂടി ശിക്ഷിക്കുകയാണോ, ഞങ്ങളെ നശിപ്പിക്കുകയാണോ എന്നും നിങ്ങൾ പരലോകത്ത് ചോദിക്കും. ചോദിച്ചാൽ ആ ആർഗ്യുമെന്റ് അംഗീകരിക്കപ്പെടാതിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെടാൻ കഴിയുന്നതായിരിക്കണമെന്ത്? ഏകദൈവ വിശ്വാസവും ഏകദൈവ ആരാധനയും. അപ്പൊ നേർക്കുനേർ ചിന്തിക്കുന്ന ആൾക്ക് ഏകദൈവ ആരാധനയിലേ എത്താൻ പറ്റുള്ളൂ, ബഹുദൈവ ആരാധനയിലേക്ക് എത്താൻ പറ്റൂല, ഒരിക്കലും എത്താൻ പറ്റൂല. ചിന്ത പണയം വെച്ച് ഇത് വല്യാപ്പാർക്ക് കൊടുത്തുകൊണ്ട് മാത്രമാണ് ആളുകൾ അപകടത്തിൽ ചാടുന്നത്. അടുത്ത ആയത്തിലേക്ക് പോവാം. وَكَذَلِكَ نُفَصِّلُ الْآيَاتِ وَلَعَلَّهُمْ يَرْجِعُونَ. അപ്രകാരം നാം തെളിവുകൾ വിശദമായി വിവരിക്കുന്നു, അവർ മടങ്ങിയേക്കാം. അതിന്റെ 3-ാമത്തെ ഭാഗം. വഖദാലിക, അപ്രകാരം. നുഫസ്സിലുൽ ആയാത്തി, ഫസ്വല യുഫസ്സിലു. ഫസ്വല എന്ന് പറഞ്ഞാൽ വിശദമായി പഠിപ്പിക്കുന്നതിനെ പറയാം, വിശദമാക്കി നൽകുക. ഫസ്വല വിശദീകരിച്ചു നൽകി, വിശാലമാക്കി നൽകി. ഫസ്വല. അപ്പോ ഫസ്വല യുഫസ്സിലു നുഫസ്സിലു. നുഫസ്സിലു എന്ന് പറഞ്ഞാൽ നാം, ഞങ്ങൾ, നമ്മൾ വിശദമായി വിവരിച്ചു തരുന്നു. അൽ ആയാത്ത്, അൽ ആയാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, ആയാത്തുകൾ. ആയത്തിന്റെ ജമ്മാണ് ആയാത്ത്. ഖുർആനിലെ സൂക്തങ്ങൾക്കും ആയത്ത് എന്നാണ് പറയുക. 2 കാരണങ്ങളാണ്. ഒന്ന്, അത് അള്ളാഹുവിൻ്റെ വചനങ്ങളാണ്. 2, അത് ദൃഷ്ടാന്തങ്ങളാണ്. അതുകൊണ്ടാണ് ആയത്ത്. സാധാരണ അങ്ങനെ പറയണ്ടത്, സെന്റൻസ് എന്നുള്ളതിന് ജുംല എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ജുംല എന്ന് ഇവിടെ പറയില്ല, ആയത്ത് തന്നെയാണ് പറയാം. അത് ദൃഷ്ടാന്തങ്ങളാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞത് മറ്റു നിലക്കുള്ള ദൃഷ്ടാന്തങ്ങളാണ്. വലഅല്ലഹും യർജിഊൻ. ലഅല്ല എന്ന് പറഞ്ഞാൽ ഒരു പ്രതീക്ഷയാണ്. ആയേക്കാം, ആവാൻ സാധ്യതയുണ്ട്, ആവാൻ വേണ്ടി എന്നൊക്കെ അർത്ഥമുണ്ട്. ലഅല്ല, ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി, നിങ്ങൾ ചിന്തിക്കുന്നവരായേക്കാം, നിങ്ങളുടെ ചിന്ത പ്രവർത്തിച്ചേക്കാം, അതിനുവേണ്ടി ലഅല്ല ഉപയോഗിക്കും. ലഅല്ല, ലഅല്ലഹും അവരായേക്കാം. യർജിഊൻ, റജഅ യർജിഊൻ എന്നാൽ തിരിച്ചു വന്നു, മടങ്ങി വന്നു. ഇപ്പോൾ തെറ്റിപ്പോയത് എങ്ങോട്ടാണോ അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് വരാൻ അവർക്ക് സഹായകമാകുന്ന വിധത്തിൽ ഞാൻ ദൃഷ്ടാന്തങ്ങളെ വിശദമായി വിവരിച്ചു തരുന്നു. വകദാലിക നുഫസ്സിലുൽ ആയാതി വലഅല്ലഹും യർജിഊൻ. അപ്പോൾ സൂറത്ത് ആറാഫിലെ 172 മുതൽ 174 വരെയുള്ള ആയത്തുകളാണ് ഇത് നമ്മൾ ആദ്യമായി ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കിയത്. അടുത്ത ആയത്തിൽ, അടുത്തത് സൂറത്ത് ഫുസ്സിലത്ത് 41-ാമത്തെ സൂറത്താണ്. അതിലെ 30-ാമത്തെ ആയത്ത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫൂ വലാ തഹ്സനൂ
تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറയുകയും പിന്നീട് നേരാംവണ്ണം നിലകൊള്ളുകയും ചെയ്തിട്ടുള്ളവരാരോ അവരുടെ അടുക്കൽ മലക്കുകൾ ഇറങ്ങിവന്നുകൊണ്ട് ഇപ്രകാരം പറയുന്നതാണ്: നിങ്ങൾ ഭയപ്പെടുകയോ ദുഃഖിക്കുകയോ വേണ്ട, നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ടിരുന്ന സ്വർഗത്തെപ്പറ്റി നിങ്ങൾ സന്തോഷമടഞ്ഞുകൊള്ളുക. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് ഗതി നിർണ്ണയിക്കാൻ കഴിയുന്ന വളരെ സുപ്രധാനമായിരിക്കുന്ന ഒരായത്താണത്. സൂറത്ത് ഫുസ്സിലത്തിലെ 30-ാമത്തെ ആയത്ത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, തീർച്ചയായും ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണ് എന്ന് പറയാം. അങ്ങനെ പറഞ്ഞിരിക്കുന്ന ആളുകൾ, ആ പറഞ്ഞത് അറിഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് എങ്കിൽ, വെറുതെ പറഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. അല്ലാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് വെറുതെ പറഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാൽ അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ആണ് ഒരാൾ അല്ലാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് പറയുന്നത് എങ്കിൽ അതിൻ്റെ പ്രതിഫലനമുണ്ടാവും. എന്താ? സുമ്മസ്തഖാമു, പിന്നെ അയാൾ വക്രതയില്ലാതെ നേരെ ചൊവ്വ ജീവിക്കും. അപ്പം നമ്മളൊക്കെ അല്ലാഹുവാണ് റബ്ബ് എന്ന് പറയുന്നുണ്ട്. അല്ലാഹുവാണ് റബ്ബ് എന്ന് പറഞ്ഞിട്ടും നമ്മൾ വക്രതയോടുകൂടി പല വളവുകളും പല എന്താ പറയുക എല്ലാ കൃത്രിമങ്ങളും ഒക്കെയായി നമ്മിൽ പലരും ജീവിക്കുന്നത് കൊണ്ടാണ്. ഈ പറഞ്ഞത് ഒരു വെറും പറയൽ മാത്രമായതുകൊണ്ടാണ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, വെറുതെ അങ്ങ് പറഞ്ഞു അല്ലാഹുവാണ് എൻ്റെ റബ്ബ്, അയാൾക്കിടക്ക് നമ്മൾ പറയുന്നുണ്ട്. എന്നാൽ അതറിഞ്ഞ് ഉൾക്കൊണ്ട് മനസ്സിലാക്കി ബോധ്യപ്പെട്ടിട്ടാണ് പറയുന്നതെങ്കിൽ, ഈ ചെറുപ്പത്തിൽ നമ്മൾ മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് ഷഹാദത്ത് കലിമയെക്കുറിച്ച് ഉസ്താദുമാർ പറഞ്ഞു തന്നിട്ടുണ്ടാവും. അങ്ങനെ പറഞ്ഞത് ഷഹാദത്ത് കലിമ അർത്ഥമറിഞ്ഞ് മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് പ്രഖ്യാപിക്കുമ്പോഴാണ് മുസ്ലിം ആവുന്നത്. അങ്ങനെ ഒരു പണി നമ്മളാരും ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. നമ്മുടെ പാരമ്പര്യമായിട്ട് മുസ്ലിങ്ങളേതാണ് അതാണ് പ്രശ്നം. എന്നാൽ പാരമ്പര്യമായിട്ടല്ലാതെ ഒരാൾ ഇസ്ലാമിലേക്ക് വരികയാണെങ്കിൽ ഷഹാദത്ത് കലിമ അർത്ഥമറിയും. അയാൾ മതത്തെ മനസ്സിലാക്കി വരുന്നവൻ, പെണ്ണാട്ടം വേണ്ടി വരുന്നവനൊക്കെ വേറെ, അല്ലാതെ വരുന്നവൻ ഈ ഷഹാദത്ത് കലിമയുടെ അർത്ഥം മനസ്സിലാക്കും, അത് മനസ്സിൽ ഉറപ്പിക്കും, എന്നിട്ട് പ്രഖ്യാപിക്കും. അപ്പോഴാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനർത്ഥം ഉണ്ടാകുന്നത്. എന്ന പോലെ അല്ലാഹുവാണ് റബ്ബ് എന്നത് അറിഞ്ഞ് ഉൾക്കൊണ്ട് മനസ്സിൽ ഉറപ്പിച്ച് പ്രഖ്യാപിച്ചാൽ എന്താ സംഭവിക്കുക? സുമ്മസ്തഖാമു, പിന്നെ അയാൾ നേരെ ചൊവ്വ ജീവിക്കും, വക്രതയും വളവൊന്നും ഉണ്ടാവില്ല. അവർക്കുള്ള ഗുണം എന്താ? അങ്ങനെ ജീവിച്ചാലുള്ള ഗുണം, അങ്ങനെ ജീവിച്ചാലുള്ള ഗുണമാണ് പിന്നെ പറഞ്ഞത്. എന്ത്? തതനസ്സലു അലൈഹിമുൽ മലായിക, അവരിലേക്ക് മലക്കുകൾ ഇറങ്ങി വരും. എങ്ങനെയാ വരുന്നത്? എന്തിനാ വരുന്നത്? അല്ലാ തഖാഫു, ഒന്നാമത്തെ ഗുണം, നിങ്ങൾ ഭയപ്പെടണ്ട. അപ്പോൾ നമുക്ക് തന്നെ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വേണ്ടപ്പെട്ട ഒരാൾ വന്നിട്ട്, അല്ലേ, നമ്മുടെ പിതൃതുല്യരായിരിക്കുന്ന അല്ലെങ്കിൽ സഹോദര തുല്യരായിരിക്കുന്ന ഒരാളിങ്ങനെ പുറത്ത് കൂട്ടിയിട്ട് വിഷമിക്കണ്ട കേട്ടോ, ബേജാറാണ് കേട്ടോ, പേടി വേണ്ട, ശരിയായിക്കോളും എന്ന് പറയുമ്പോൾ വരെ നമുക്കുണ്ടാകുന്ന സമാധാനത്തിനെ. എന്നാൽ മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും ഭയപ്പാട് നിറഞ്ഞിരിക്കുന്ന മരണമെന്ന യാഥാർത്ഥ്യം ഉണ്ടല്ലോ, ആ യാഥാർത്ഥ്യം മുഖാമുഖം കാണുമ്പോൾ അവിടെ നമ്മുടെ ഭാര്യയുണ്ട്, നമ്മുടെ മക്കളുണ്ട്, നമുക്ക് വേണ്ടപ്പെട്ട പലരുമുണ്ട്, ഡോക്ടർമാരുണ്ട്, നഴ്സുമാരുണ്ട്, എല്ലാവിധ ശ്രമങ്ങളും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ. കുറേ പേര് ഇവിടെ നിന്ന് കരയുന്നുണ്ടാവും, മറ്റൊരു രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടാവും. അവരവസാന നിമിഷം വരെ അതിന് പിന്നാലെ ഉണ്ടാവും. പക്ഷേ അവരവിടെ കരയട്ടെ, ഇവരവിടെ പണിയെടുക്കട്ടെ, മറ്റവരൊക്കെ ബേജാറാവട്ടെ, നമുക്ക് ഒരു ബേജാറുമില്ലാതെ, ഒരു വെപ്രാളവും ഇല്ലാതെ, ഒരു വിഷമമില്ലാതെ റെഡി, ഞാൻ പോകാൻ റെഡിയാണ് എന്ന നിലക്ക് ഇങ്ങനെ അങ്ങനെ ആ ഒരു മരണത്തെ അഭിമുഖീകരിക്കാൻ കഴിയും. എന്താ കാരണം? തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു, നിങ്ങൾ ഭയപ്പെടരുത് എന്ന് പറയാൻ വേണ്ടി മലക്കുകൾ ഇറങ്ങും. വലാ തഹസനു, അതുപോലെ നിങ്ങൾ ദുഃഖിക്കുകയും വേണ്ട. ഭയം എന്താ? മരണത്തെയും മരണശേഷമുള്ള ജീവിതത്തെയും സ്വാഭാവികമായ ആളുകൾക്ക് ഭയം ഉണ്ടാവും. ദുഃഖമോ? ദുനിയാവ് നഷ്ടപ്പെടില്ലേ, മക്കളും ഭാര്യയും കുടുംബവും കൂട്ടവും ഒക്കെ നഷ്ടപ്പെടില്ലേ? അതൊക്കെ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു ദുഃഖം, അത് വേണ്ട. കാരണം ഒന്നുകിൽ ഇതു തന്നെ ഇതിലേറെ മികച്ചതായി അവിടെ കിട്ടും, അല്ലെങ്കിൽ ഇതല്ലാത്ത ഇതിലേറെ മികച്ചത് കിട്ടും.
മനസ്സിലായല്ലോ? ഇത് തന്നെ ഇതിലേറെ മികച്ചതായി കിട്ടുന്നപ്പോൾ ചെറിയൊരു ഒരു ഒരു ആശങ്ക ഉണ്ടല്ലേ. ഞാൻ 10-50 കൊല്ലം ഇവളെ ഇങ്ങനെ സഹിച്ചുകൊണ്ട് നിൽക്കുക, ഇനി പരലോകത്ത് നിന്നിട്ട് ഇത് അവിടെയും തന്നെയാണോ അല്ലേ? അങ്ങനെ ഒരു പ്രശ്നം. ഈ മറ്റവൾക്ക് ഓൾക്കൊണ്ട് പ്രശ്നം, ഈ ഒരു മുരടനെ എത്ര കാലമായി ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്. ഞാൻ നിസ്കരിക്കണോ നോൽമ്പ് ഒരുക്കണോ ഒക്കെ എങ്ങനെയെങ്കിലും അവിടെയെങ്കിലും ഒരു മുന്തിയെ കിട്ടിക്കൂടെ എന്ന് കരുതിയിട്ടാണ് എന്ന് പറയുമ്പോഴാണ് ഖുർആനിൽ എന്ന് പറഞ്ഞത്. അവിടെ കിട്ടുന്ന ഇണയും തുണയൊക്കെ അവനാൻ്റെ ഇവിടുത്തെ ഇണയും തുണയൊക്കെ തന്നെയാണ്. ചെറിയൊരു ഒരു അല്ലേ, ഒരു സന്തോഷത്തിനൊരു കുറവ്. ഒരു ചങ്ങാതിനോട് എന്താ ചങ്ങാതി നിസ്കരിക്കാത്ത വെച്ചാൽ ഓൻ്റെ മറുപടി അതാണ്, എൻ്റെ ഭാര്യ നല്ലോണം നിസ്കരിക്കുന്നുണ്ട്, നല്ല നോമ്പ് വെക്കുന്നുണ്ട്, എല്ലാ നല്ല കാര്യം ചെയ്യുന്നുണ്ട്, എന്തിനാ സ്വർഗത്ത് പോകാൻ? അതേ പണി ഞാനും ചെയ്താൽ ഓട് പോകുന്ന സ്വർഗത്തേക്ക് ഞാൻ പോവാ, അത് വേണ്ടെന്ന് എത്തിയിട്ടാണ്. അപ്പോൾ കെട്ടിയതുകൊണ്ട് കുടുങ്ങിയ ആൾക്കാർ, കുടുങ്ങിയ ആൾക്കാർ അല്ലേ, അതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ. പക്ഷേ ഇതിൻ്റെ മറുവശം മനസ്സിലാവും, ഇതിൻ്റെ മറുവശം മനസ്സിലാവും. അതെന്താ? അത് ഖുർആനും പ്രവാചകചര്യം പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ചിടത്തൊക്കെ നമ്മളെത്തുമ്പോൾ സ്വർഗത്ത് നമുക്ക് ലഭിക്കുന്ന ഇണകൾ ദുനിയാവിലെ നമ്മുടെ ഇണകൾ തന്നെ ആവേണ്ടത് എന്നും അതാണ് ഏറ്റവും മികച്ചത് എന്നും നമുക്ക് ബോധ്യപ്പെടും. ആ ഒരു വിഷയം നമ്മൾ പിന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല, അത് കൃത്യമായിട്ട് ബോധ്യപ്പെടും. ആർക്കും ഒരാശങ്കയും ഇല്ലാതെ വളരെ ആനന്ദത്തിലും ആഹ്ലാദത്തിലും. അപ്പോൾ കല്യാണം കഴിക്കുമ്പോൾ തന്നെ ആലോചിക്കും, ഇവൾ വഴി എനിക്ക് അവിടെ ഒരു തോട്ടം കിട്ടുമോ, അതല്ല ഇവിടെ മഞ്ചേരങ്ങാടി ഒരു ബിൽഡിങ് കിട്ടുമോ എന്നല്ലെന്നോ ഉണ്ടല്ലോ. പക്ഷേ ഇവിടെ കല്യാണം കഴിച്ചാൽ ഇവിടെ അങ്ങാടിയിൽ ഒരു തോട്ടം അല്ലെങ്കിൽ ഒരു ബിൽഡിങ്, ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ കിട്ടുമോ എന്ന് നോക്കാം. അല്ല ഇവൾ വഴി എനിക്ക് പരലോകത്ത് ഒരു തോട്ടം കിട്ടുമോ അത് നോക്കാം. ആ രണ്ടും നോക്കുന്നതിനെ കുറിച്ചാണ് ഫദ്ഫർ ബി ദാത്തി എന്ന് പറഞ്ഞത്. അതുപോലെ ഇവനെ കല്യാണം കഴിച്ചാൽ അവൻ വഴി എനിക്ക് അവിടെ ഒരു തോട്ടം കിട്ടുമോ, അതല്ല അവൻ വഴി ഇവിടെ എനിക്ക് ദുനിയാവിൽ നോക്ക് കിട്ടുമോ. ഈ രണ്ടാലോചന ഉള്ളത്. ആ ആലോചന മുതൽ ആരംഭിക്കുന്നു സ്വർഗത്തോളം എത്തി നിൽക്കുന്ന, സ്വർഗത്തിലും തുടരേണ്ടുന്ന മാനുഷിക ബന്ധങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞെന്താ അറിയോ, നിങ്ങൾ ഇവിടെ ദുഃഖിക്കണ്ട, ഈ ബന്ധുക്കളും ഈ മിത്രങ്ങളും ഇതിലേറെ മികച്ചവരായി നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും എന്ന സന്തോഷം അവർ അറിയിക്കും. മാത്രമല്ല അബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്ന സ്വർഗമുണ്ടല്ലോ, അത് നിങ്ങൾ അറിഞ്ഞ് കണ്ടു മനസ്സിലാക്കി അതിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്ന അനുഭവത്തോടെ, ആ ഒരു ബോധത്തോടെ നിങ്ങൾ സന്തോഷമടഞ്ഞുകൊള്ളുക എന്ന് മലക്കുകൾ വന്ന് സമാധാനിപ്പിക്കുന്നു. ഇതിനേക്കാൾ ഒരു സമാധാനം പറയപ്പെട്ടാണ്. എന്തായാലും ജനിച്ചവരൊക്കെ മരിക്കും, അതിൽ സംശയമൊന്നുമില്ല. സമയം നമ്മുടെ കയ്യിലുമല്ല. എങ്കിൽ ഏത് സമയവും ഒരാൾക്ക് മരിക്കാൻ റെഡിയാവാം. അയാൾ ചെയ്യേണ്ട പണി ഇത്രേ ഉള്ളൂ, അള്ളാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് അറിഞ്ഞുൾക്കൊള്ളുകയും അതിൻ്റെ പ്രതിഫലനം എന്ന നിലക്ക് നേരെ ചൊവ്വേ ജീവിക്കുകയും ചെയ്യുക. അത് മാത്രം മതി. അയാൾക്ക് മരണസമയത്ത് യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. മരണവേദന ഉണ്ടാവില്ല എന്നല്ല അർത്ഥം. മരണവേദന പ്രവാചക തിരുമേനിക്ക് വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മരണവേദന അല്ലാത്ത മറ്റൊരു പ്രയാസമില്ല. ആശങ്കകളില്ല, സങ്കടങ്ങളില്ല, ദുഃഖങ്ങളില്ല, ഭയപ്പാടില്ല. സന്തോഷത്തോടു കൂടി തന്നെ മനസ്സിൻ്റെ അകത്തെങ്കിലും പൊട്ടിച്ചിരിച്ചുകൊണ്ട്, പുഞ്ചിരിയല്ല പൊട്ടിച്ചിരിച്ചുകൊണ്ട് തന്നെ അവർക്ക് കടന്നു പോകാൻ കഴിയും. കുടുംബക്കാരൊക്കെ ഇവിടെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ അള്ളാഹു അവനിലേക്ക് എത്തുമ്പോൾ നമുക്ക് നൽകുന്ന ഒരു സന്ദേശം എന്താ? നിങ്ങൾക്ക് ഭയം ഉണ്ടാവില്ല, നിങ്ങൾക്ക് ദുഃഖമുണ്ടാവില്ല, നിങ്ങൾക്ക് ഒട്ടേറെ സന്തോഷിക്കാനുണ്ടെന്നുള്ളതാണ്. അതാണ് ഈ ആയത്തിൻ്റെ പൊരുൾ. അതിൻ്റെ പദങ്ങളൊന്ന് പറഞ്ഞു നോക്കാം. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, തീർച്ചയായും അള്ളാഹുവാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾ. ഖാല നേരത്തെ പഠിച്ചു, റബ്ബ് പഠിച്ചു. ഇനിയോ സുമ്മസ്തഖാമു, സുമ്മ എന്ന് പറഞ്ഞാൽ പിന്നെ അതിനോട് അനുബന്ധമായിട്ട് തുടർന്ന്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തുടർന്നുണ്ടാകേണ്ട സംഗതിയാണെന്ത്? ഇസ്തഖാമ. ഖാമ എന്ന് പറഞ്ഞാൽ നിന്നു നേരത്തുള്ളൂ. ഖാമ നിന്നു, അഖാമ എന്ന് പറഞ്ഞാൽ നിലനിർത്തി. ഖുർആനിൽ നിസ്കരിക്കാൻ പറഞ്ഞാൽ അഖിമുസ്സലാം എന്നാണ്. നിസ്കരിക്കുക എന്നല്ല, നിസ്കാരം നിലനിർത്തുക എന്നാണ് പറഞ്ഞത്. അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ എന്ന പോലെ അഖാമ നിലനിർത്തി, ഇസ്തഖാമ നമ്മളുടെ നേരങ്ങ് നിന്നു, വളവില്ലാതെ വക്രതയില്ലാതെ നട്ടലൊക്കെ നിവർത്തി നേരെ നിൽക്കുന്ന ആ പദമാണ്. അപ്പോൾ ഇതിനർത്ഥം സുമ്മസ്തഖാമ എന്ന് പറഞ്ഞാൽ ഒരാൾ നേരങ്ങ് നിൽക്കുക എന്നല്ലല്ലോ, അയാളുടെ ജീവിതത്തെ നേരെ നിർത്തുക. ജീവിതത്തിൽ വളവും വക്രതയൊന്നും ഇല്ലാതെ എവിടെയൊക്കെയാണ് പോരായ്മ, അബദ്ധപര, അതൊക്കെ പിന്നെ എന്താ പറയുക, തുറച്ചു മാറ്റിയിട്ട് എല്ലാം ക്ലിയറാക്കി നേരാക്കി നിർത്തുക. അതിനാണ് ഇസ്തിഖാമത്ത് എന്ന് പറയുക. റസൂലയുടെ മുമ്പിൽ വന്ന് ഒരു മനുഷ്യൻ ചോദിച്ചു, റസൂല എനിക്ക് സ്വർഗത്തിൽ പോകണം, എന്താണ് മാർഗം? അദ്ദേഹം പറഞ്ഞത് ഖുൽ റബ്ബി അല്ലാഹ് സുമ്മസ്തഖിം, പറയുക അള്ളാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് പറയുക. എന്നുണ്ടോ സുമ്മസ്തഖിം, പിന്നെ നേരെ ചൊവ്വ ജീവിച്ചാളാണ്. കേട്ടാൽ വളരെ എളുപ്പമുണ്ടല്ലേ? കേൾക്കുമ്പോൾ വളരെ എളുപ്പമുണ്ട്, പ്രാവർത്തികമാക്കാനാണ് നമുക്ക് പ്രയാസമെന്ന് തോന്നുന്നത്.
നമ്മൾ പഴയ ഒരു കഥ പറയാറുണ്ട്. ബഹുമാനനായ എ.പി. അബ്ദുൽ ഖാദർ മൗലവി പലപ്പോഴും പറയുന്നൊരു കഥയാണ്. ഈ സ്കൂളിൽ നിന്ന് ഇങ്ങനെ എക്സ്കർഷനൊക്കെ പോയിരിക്കുന്ന കുട്ടികൾ, അവരിങ്ങനെ ഒരു ശില്പിയുടെ അരികിൽ ഇങ്ങനെ നല്ല മനോഹരമായിരിക്കുന്ന ഒരു ആനയുടെ രൂപം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മനോഹരമായിരിക്കും, നല്ല മനോഹരമാണ്, കണ്ടങ്ങനെ ജീവണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കുട്ടികളൊക്കെ അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ കൂടുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു വട്ടം കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഇത്ര മനോഹരമായിട്ടുള്ള ഒരു രൂപം ഉണ്ടാക്കി, ഒരു ശില്പം ഉണ്ടാക്കിയത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം അത് വളരെ സിമ്പിളാണ്, വളരെ എളുപ്പമാണ്. നമ്മൾ ഒരു കരിങ്കല്ലിൻ്റെ ഒരു പാറയുടെ അരികിൽ ഇങ്ങനെ പോയി നിൽക്കുക, എന്നാൽ അതിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് അതിൽ ആനയല്ല എന്ന് തോന്നുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. ആനയല്ല എന്ന് തോന്നുന്ന ഭാഗങ്ങളൊക്കെ നോട്ട് ചെയ്യുക. എന്നിട്ടോ അതൊക്കെ നമ്മളെ വളരെ ദീർഘകാലത്തെ പരിശീലനം കൊണ്ടും അധ്വാനം കൊണ്ടും ബുദ്ധി കൊണ്ടും ചിന്ത കൊണ്ടും മാത്രമേ ആ ശില്പി ആവുകയുള്ളൂ. എന്ന പോലെ തന്നെ ഖുൽ റബ്ബി സുമ്മസ്തഖീം, അള്ളാഹുവാണ് റബ്ബെന്ന് നീ പറഞ്ഞേക്കുക, സുമ്മസ്തഖീം, പിന്നെ നേരെ ചൊവ്വ ജീവിച്ചാൽ മതി, എന്നാൽ സ്വർഗ്ഗം ഉറപ്പാണ്. ആ നേരെ ചൊവ്വ ജീവിക്കുക എന്നത് ഈ ശില്പമുണ്ടാക്കുന്നത് പോലെ ശ്രദ്ധിച്ച് ആലോചിച്ച് നല്ലോണം ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം, പാകപ്പടവ് വരാതെ, അപ്പോഴേ കിട്ടുള്ളൂ. അതാണ് ഇസ്തഖാമ. അങ്ങനെ സുമ്മസ്തഖാമു, പിന്നെ അവർ നേരെ ചൊവ്വ ജീവിക്കുകയാണ് എങ്കിൽ തതനസ്സലു അലൈഹിമുൽ മലായിക. തനസ്സല എന്ന് പറഞ്ഞാൽ ഇറങ്ങി, താഴോട്ട് ഇറങ്ങി വരാം. തനസ്സല അതിൻ്റെ മുദാരിയായിട്ടാണ് തതനസ്സലു, ഇറങ്ങും. തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ മേൽ മലക്കുകൾ ഇറങ്ങും. മലക്കുകളെ കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് വേറെ പഠിക്കാം. അത് അവരുടെ അവസ്ഥ എന്താണ്, രൂപം എന്താണ്, കാര്യങ്ങളൊക്കെ വേറെ പഠിക്കാം. മലക്കുകൾ അവരിലേക്ക് ഇറങ്ങും. എന്തിന്? അല്ലാ തഖാഫു, ഖാഫ യഖാഫു, ഖാഫ എന്നാണ് ഭയപ്പെട്ടു. അല്ലാ തഖാഫു, നിങ്ങൾ ഭയപ്പെടാതിരിക്കാൻ. അല്ലാ തഖാഫു, നിങ്ങൾ ഭയപ്പെടാതിരിക്കാൻ. വലാ തഹ്സനു, ഹസിന യഹ്സനു, ഹസിന യഹ്സനു, ദുഃഖിച്ചു, സങ്കടപ്പെട്ടു. ഹുസ്ന് ആണ് ദുഃഖം, ഹുസ്ന്. വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദുൻ. അബ്ശറ, അബ്ശറ തന്നെ രണ്ടർത്ഥത്തിലാണ് ഉപയോഗിക്കുക. ഒന്ന് സ്വയം സന്തോഷമടയുക, മറ്റൊന്ന് മറ്റൊരാളെ സന്തോഷിപ്പിക്കുക. ഇത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ പേരാണെന്ത്? മുബശ്ശിർ. നമ്മളെ പലരുടെയും കുട്ടികൾക്ക് അങ്ങനെ പേരുണ്ടാവും, മുബശ്ശിർ അല്ലേ? അർത്ഥം ആരെയും സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. ഓൻ്റെ സ്വഭാവം എന്താണെന്നുള്ള പോലും, പക്ഷെ പേരങ്ങനെയാണ്. മക്കൾക്ക് നല്ല പേരാടുക, ആ പേരിനനുസരിച്ച്. ഇപ്പോൾ അടുത്ത ദിവസം മിനിഞ്ഞാന്ന് പത്രത്തിൽ കണ്ട ഒരു പെരുങ്കള്ളൻ്റെ പേര് സ്വാലിഹ് എന്നാണ്. പേര് നല്ല മുന്തിയ പേരാണ് സ്വാലിഹ്, നല്ല മോനാണ്. പക്ഷെ അവസ്ഥ എന്താണ്? പെരുങ്കള്ളനാണ്. അങ്ങനെയാണ് പലതും, പല വിഷയം അങ്ങനെയാണ് അല്ലേ? ഇപ്പോൾ സുദ്ദീഖ് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ അബൂബക്കർ നൽകിയിരിക്കുന്ന സ്ഥാനപ്പേരോ അല്ലേ? അദ്ദേഹത്തിൻ്റെ ആ സത്യസന്ധത എന്ന സൽഗുണത്തിന് നൽകിയിരിക്കുന്ന സർട്ടിഫിക്കറ്റാണത്. അതാണ് നമ്മളിവിടെ മക്കൾക്ക് പേരിടുക. എന്നിട്ടോ ആ മക്കൾ പിന്നെ എന്താവുക? പിന്നെ പത്രത്തിൽ നോക്കിയാൽ അവരെന്താവുന്നല്ലേ. അപ്പോൾ ഏതായിരുന്നാലും ഇവിടെ മുബശ്ശിർ നല്ല പേരാണ്, പേരിടുകയൊക്കെ ചെയ്യാം. പക്ഷേ അതിൻ്റെ ഗുണവും കൂടി ആ മക്കളിൽ ഉണ്ടാവണമെന്നത് മാതാപിതാക്കളുടെ മനസ്സിലുണ്ടാവട്ടെ. ആൾക്കാരെ സന്തോഷിപ്പിക്കാനും അവരെ സ്നേഹിക്കാനും അവരോട് സഹകരിക്കാനും അവരെ തൃപ്തിപ്പെടുത്താനും കഴിയുന്നൊരു മനസ്സുണ്ടാവുന്നല്ല. ഒരു പ്രവാചകനെക്കുറിച്ച്, മുഹമ്മദ് നബിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വിശേഷണങ്ങൾ പറയുന്നിടത്ത് ഒന്ന് ബഷീറാണ്, മറ്റൊന്ന് നദീറാണ്. സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ടേ ഒരാളെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? താക്കീത് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന രൂപത്തിൽ പോയാൽ, ഇന്ന രൂപത്തിൽ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്കിതാ ഇന്നതൊക്കെ ലഭിക്കാനുണ്ട് എന്ന സന്തോഷ വാർത്ത തന്നെ. അത് നൽകുന്ന ഒരാൾക്ക് മാത്രമേ നിങ്ങൾ ഇങ്ങനെ അല്ലാതെ ജീവിച്ചാൽ നിങ്ങൾക്ക് ശിക്ഷയിൽ ലഭിക്കുമെന്ന് പറയാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ടാണ് ബഷീറും നദീറും ചേർത്ത് വെച്ചത്. ഇവിടെ ബഷീർ അതിന് വന്ന പദമാണ് അബ്ശറ, സന്തോഷം അറിയിച്ചു. ഇത് മലക്കുകളാണ്. അബ്ശിറൂ ബിൽ ജന്ന, സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷം അടയുക, സ്വയം സന്തോഷം അടയുക. അല്ലത്തി കുൻതും തുഅദൂൻ. വഅദ എന്ന് പറഞ്ഞാൽ വാഗ്ദത്തം ചെയ്തു, വുഇദ വാഗ്ദത്തം ചെയ്യപ്പെട്ടു. ഇവിടെ വേശ വുഇദ എന്ന പദമാണ്. അതിനുണ്ടായ പദമാണ് യഇദു. വുഇദ ആകുമ്പോൾ യുഅദു. വഅദ യഇദു, വുഇദ യുഅദു. യുഅദൂന, ഇവിടെ തുഅദൂന, അത് നിങ്ങളാണ് ഉപയോഗിച്ചത് അഭിമുഖീകരിക്കാൻ. അപ്പോൾ അല്ലത്തി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്ന സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയുക.
സന്തോഷമടയുക എന്നുകൂടി അറിയിക്കുവാൻ വേണ്ടി മലക്കുകൾ നിങ്ങളിലേക്ക് ഇറങ്ങി വരും. അതാ ഞാൻ പറഞ്ഞത്, കൂടെയുള്ള ആൾക്കാരൊക്കെ ദുഃഖിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞ് വിളിച്ചിരിക്കുമ്പോൾ നമുക്ക് സന്തോഷിച്ച് സമാധാനിച്ച് ഒരു വല്ലാത്ത ആനന്ദത്തോടു കൂടി നമ്മുടെ യാത്ര അങ്ങ് ആരംഭിക്കാം. അതൊരു വല്ലാത്ത അനുഭൂതിയാണ്. ആ അനുഭൂതിയിലേക്ക് എത്തണമെങ്കിൽ ഞാൻ പറഞ്ഞ തന്നെയാണ്, കുറച്ച് നമ്മൾ ശ്രദ്ധിച്ച് നല്ല കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഈ മാർഗത്തിലൂടെ കടന്നു പോകണം. ശ്രദ്ധിക്കണം എന്നർത്ഥം. ഇനി അടുത്ത ആയത്തിലേക്ക് പോകാം. സൂറത്തുൽ അഹ്കാഫ് 46-ാമത്തെ സൂറത്ത്, അതിലെ 13. ഇതേ ആയത്ത് തന്നെയാണ്, ഞാനത് വായിച്ചു പോകുന്നത്. ആദ്യം പഠിച്ച ആയത്ത് ഇത്തിരി ഷോർട്ടാക്കിയിട്ട് വന്നൊരു ഭാഗമാണ് സൂറത്ത് അഹ്കാഫിൽ 13. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, തീർച്ചയായും ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണ് എന്ന് പറഞ്ഞവർ. സുമ്മസ്തഖാമു, പിന്നെ അവർ നേരെ ചൊവ്വ ജീവിച്ചു. ഫലാ ഖൗഫുൻ അലൈഹിം, അവരുടെ മേൽ അവർക്കൊന്നും ഭയപ്പെടാനില്ല. വലാ ഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കേണ്ടതുമില്ല. അതിൻ്റെ വിശദാംശങ്ങളാണ് നേരത്തെ പറഞ്ഞത്. അടുത്ത ഇതിലേക്ക് പോകാം. അടുത്തത് നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞു, ഇത്രയും പറഞ്ഞാൽ എന്താ അറിയോ, അള്ളാഹു ആദ്യം പഠിച്ച ആയത്തിൽ റബ്ബ് ആരെന്ന് നമ്മളിങ്ങനെ നമ്മുടെ ജീവിതം കൊണ്ട് അറിയാണ്. അങ്ങനെ ജീവിതം കൊണ്ട് ആ റബ്ബിനെ അറിയുമ്പോൾ സ്വാഭാവികമായി നമുക്ക് നേരെ ചൊവ്വ ജീവിക്കണമെന്ന് മനസ്സിലാവും. ആ നേരെ ചൊവ്വ ജീവിക്കണമെന്ന് മനസ്സിലാവുമ്പോൾ ആ ജീവിത മാർഗരേഖ നമുക്ക് കിട്ടണം. അതിനാണ് മാർഗനിർദ്ദേശം അല്ലെങ്കിൽ ഹിദായത്ത്, ഗ്രന്ഥം, പ്രവാചകൻ എന്നൊക്കെ പറയുന്നത്. ആ പ്രവാചകന്മാർ വരുമ്പോൾ നമ്മളെയും നമ്മുടെ മനസ്സിനെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ അവർ സംസാരിക്കുള്ളൂ. അങ്ങനെ തൃപ്തിപ്പെടുത്താവുന്ന വിധത്തിലുള്ള സംസാരങ്ങളുമായി ഖുർആൻ അതിൻ്റെ അവതരണം ആരംഭിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ സൂക്തം, അത് നമ്മൾ ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ഇതിലേക്ക് വന്നിട്ടുള്ളൂ. സൂറത്ത് അലഖ് 96-ാമത്തെ സൂറത്താണ്. 1 മുതൽ 5 വരെയുള്ള ആയത്തുകൾ നമുക്ക് സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. ഈ 5 ആയത്തുകൾ 2 പാർട്ടായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. ഈ 5 ആയത്തുകൾ 2 പാർട്ടാണ്. അതിൽ അർത്ഥം നമ്മൾ കേട്ടു, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഞാനത് പ്രത്യേകത പഠിപ്പിക്കേണ്ടതില്ല, നമ്മളെല്ലാവരും സ്ഥിരമായി കേട്ടും അറിഞ്ഞും മനസ്സിലാക്കിയൊരു പദമാണ്. ഇഖ്റ എന്ന പദത്തിൻ്റെ ഭാഷാപരമായ അർത്ഥമാണ് ഇവിടെ കൊടുത്തത്, നീ വായിക്കുക. ഖറഅ വായിച്ചു, ഖിറാഅത്ത് വായന, ഖുർആൻ വായിക്കപ്പെടുന്നത്, അതൊക്കെയാണ് പദം. അതൊക്കെ അതിൻ്റെ ഭാഷാപരമായ അർത്ഥമാണ്. ഖറഅ, യഖ്റഉ, ഖിറാഅത്ത്, ഖുർആൻ, ഖാരി, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഒക്കെ എന്ന് വന്നാണ്. അതിൻ്റെ ഒരു അമ്രാണെന്ത്, കൽപ്പനയാണെന്ത്, ഇഖ്റ നീ വായിക്കുക. ബിസ്മി, ഇസ്മിലേക്ക് ബി ചേർന്നാണ് ബി ഇസ്മി എന്നർത്ഥം. ബി ഇസ്മി, നാമം കൊണ്ട്, പേരുകൊണ്ട്. റബ്ബിക, നിന്റെ രക്ഷിതാവിൻ്റെ. ഇപ്പം നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കുക. ഇഖ്റ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ്. ഖലഖ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കുക എന്നാണ് അതിൻ്റെ ഭാഷാപരമായ അർത്ഥം. ഇവിടെ നിന്നാണ് നമ്മൾ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നതിലേക്ക് പോയത്. മനസ്സിലായല്ലോ? ഈ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നത് എല്ലാ നല്ല കാര്യങ്ങളുടെയും മുമ്പേ നമ്മൾ സാധാരണ ചെയ്യുന്നുണ്ട് അല്ലേ? അവിടെയൊക്കെ നമ്മൾ പോയത് ഇവിടെ നിന്നാണ്. റസൂലുള്ളാഹി പഠിപ്പിച്ചെന്തിനാ? ഇടക്കിടക്ക് ഇങ്ങനെ ബിസ്മി ചൊല്ലിക്കോട്ടെ എന്ന് കരുതി മാത്രം? നല്ല കാര്യമൊക്കെ ചെയ്യുമ്പോൾ ചൊല്ലിക്കോട്ടെ എന്ന് കരുതി മാത്രമല്ലല്ലോ. അല്ല, എന്നെന്താ? ബിസ്മി ചൊല്ലിക്കൊണ്ട് തുടങ്ങാവുന്നതേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവൂ എന്ന് ബോധ്യപ്പെടുത്താൻ. നന്നാകാൻ മതി, ഈ ഒരൊറ്റ ബിസ്മി മതി ഒരാൾക്ക് നന്നാവാൻ. ബിസ്മി ചൊല്ലിക്കൊണ്ട് തുടങ്ങാവുന്നതേ എൻ്റെ ലൈഫിൽ ഉണ്ടാകാവൂ എന്ന ഒരു കൺസെപ്റ്റിലേക്ക് ഓരോരുത്തരും എത്തുമ്പോൾ പിന്നെ ഉറപ്പാണ് നന്നാവുന്നുള്ളത്. അപ്പോൾ ആ ബിസ്മി നമ്മൾ ആദ്യം പഠിക്കുന്നത് ആദ്യത്തെ ആയത്തിലൂടെയാണ്. ഇവിടെ ഞാൻ ഇതിന് മറുവശം പറയാണ്. ഇഖ്റ എന്ന പദത്തിൻ്റെ ഭാഷാപരമായ അർത്ഥം നീ വായിക്കുക എന്നാണ് എന്നത് ശരി. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി
ജിബ്രീൽ വഴി ഈ ആയത്ത് ഓതിക്കൊടുത്ത ആർക്കാ? ആരോടാ ആവശ്യപ്പെട്ടത്? അള്ളാഹുവിൻ്റെ റസൂലിനോട്. റസൂലിൻ്റെ അവസ്ഥ എന്താ? ഒരക്ഷരം എഴുതുവാനും വായിക്കുവാനും അദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ ഒരക്ഷരം എഴുതാനും വായിക്കാനും അറിയാത്ത ഒരാളോട്, ഇപ്പം ഞാനിപ്പോൾ ഉസാമയോട് ഇവിടെ എഴുതാൻ പറഞ്ഞൊന്നുണ്ടാ? ഉസാമക്ക് ഇത് എഴുതാൻ അറിയാം. അറബി ഭാഷ എഴുതാൻ അറിയാത്ത ഒരാളെ വിളിച്ച് ഞാൻ പറയും ഇവിടെ എഴുതുന്നു പറയുമോ? പറയൂല. അതുപോലെ ഇംഗ്ലീഷ് അറിയാത്ത ഒരാളുടെ കയ്യിലൊരു ഇംഗ്ലീഷ് ലെറ്റർ എഴുതുന്നു വായിക്കുന്നു ഞാൻ പറയുമോ? പറയൂല. എന്നാൽ ഒരക്ഷരം എഴുതാനും വായിക്കാനും അറിയാത്ത മുഹമ്മദ് എന്ന ചെറുപ്പക്കാരനോട്, ആ ചെറുപ്പക്കാരനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്ന അള്ളാഹുവാണ് ആദ്യമായി ഇഖ്റ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം നീ വായിക്കുക എന്ന പരിമിതമായ അർത്ഥം തന്നെയായിരിക്കും. ഞാൻ അല്ലെന്ന് പറയുന്നില്ല, ആണെന്ന് പറയുന്നില്ല, അങ്ങ് നിങ്ങൾക്ക് വിടുക. കാരണം ഞാനിവിടെ ഖുർആൻ്റെ ആയത്തിൽ എൻ്റെ വക ഒരു ഡീവിയേഷൻ വരുത്തി വിചാരിക്കണ്ട, അവിടെ ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്തായിരുന്നാലും നീ വായിക്കുക എന്ന പരിമിതമായ അർത്ഥമായിരുന്നു അവിടെ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിനെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത്രയും പറഞ്ഞോളൂ. കാരണം ഒന്നും വായിക്കാൻ അറിയാത്ത ഒരാളുടെ മുമ്പിലാണ് ഇഖ്റ എന്ന പദം ഉപയോഗിച്ചത്. ഇനി അതിൻ്റെ അർത്ഥം നമുക്ക് ഒന്നുകൂടി മനസ്സിലാവും. ശേഷം പറഞ്ഞ കാര്യം എന്താ? ബിസ്മി റബ്ബിക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ. ആ രക്ഷിതാവ് ആരാണ്? അല്ലദീ ഖലഖ്, അവൻ സൃഷ്ടിച്ചവനാണ്. അവ പറഞ്ഞ വിഷയം എന്തേ ഉള്ളൂ? നിന്റെ രക്ഷിതാവിനെ നിനക്കറിയണമെങ്കിൽ അവൻ സൃഷ്ടിച്ചവനാണെന്നറിയണം. അവൻ സൃഷ്ടിച്ചവനാണെന്നറിയണമെങ്കിൽ നീ സൃഷ്ടികളെക്കുറിച്ച് അറിയണം. ആ സൃഷ്ടികളെക്കുറിച്ച് അറിയുവാനുള്ള ഏറ്റവും അതിൻ്റെ പ്രാഥമിക ഘട്ടം നീ നിന്നെക്കുറിച്ച് അറിയണം. അടുത്ത ആയത്ത് എന്താ? ഖലഖൽ ഇൻസാന മിൻ അലഖ്, മനുഷ്യനെ അവനാണ് സൃഷ്ടിച്ചത്. മിൻ അലഖ്, അലഖ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ ബന്ധിച്ചു വെക്കുന്നൊരു സംഗീതമൊക്കെ പറയാം. മറ്റൊന്നിൽ ഒട്ടിച്ചേർന്നോ അല്ലെങ്കിൽ കെട്ടിയിട്ടിട്ടോ അങ്ങനെ ബന്ധിച്ചു വെക്കാം. അപ്പോൾ ഈ അറബികൾക്ക് പ്രവാചക തിരുമേനി വരുന്ന കാലത്ത് പ്രമുഖരായ അറബി കവികൾ, സാഹിത്യകാരന്മാർ, അവരുണ്ടാക്കുന്ന കവിതകൾ എന്ത് ചെയ്യും? അവരുടെ ഈ വലിയ സാഹിത്യ സദസ്സുണ്ടാവും, കവിതാ സദസ്സൊക്കെ ഉണ്ടാവും. ആ സദസ്സുകളിലൊക്കെ പാടി പറഞ്ഞ് അതിൽ മികവ് നേടിയിരിക്കുന്ന 1, 2, 4 സ്ഥാനമൊക്കെ കിട്ടിയിരിക്കുന്ന ആളുകളുണ്ടാവുമല്ലോ, അവരുടെ കവിതകൾ അവരെന്ത് ചെയ്യും? അന്നത്തെ ആ നാട്ടുകൂട്ടം കഅബയിൽ ഇങ്ങനെ കെട്ടിത്തൂക്കിയിടും. കഅബയിൽ, അതിനാണ് മുഅല്ലഖ എന്ന് പറയാം. മുഅല്ലഖ എന്ന് പറഞ്ഞാൽ ബന്ധിക്കപ്പെട്ടതിന് അർത്ഥമുള്ളൂ, മറ്റൊന്നിനെ കെട്ടിത്തൂക്കി അല്ലെങ്കിൽ ബന്ധിച്ചു വെച്ചത്. ആ മുഅല്ലഖ എന്ന പദം നല്ല പരിചയമുള്ള സമൂഹത്തിന് മുമ്പിലാണ് ആദ്യത്തെ ആയത്ത് വരുന്നത്. മിൻ അലഖ്, ബന്ധിച്ചു വെച്ച, ഒട്ടിച്ചു വെച്ച, ചേർത്ത് വെച്ച, മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നിൽ നിന്ന് മനുഷ്യനെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. ഈ അലക്കിനെ കുറിച്ചുള്ള ഒരു പക്ഷേ അലക്ക് എന്ന പദം ഖുർആൻ ഉപയോഗിച്ചിട്ട് ഏതാണ്ട് 1000 കൊല്ലമെങ്കിലും കഴിഞ്ഞിട്ടാണ് അതിനെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ ആരംഭിക്കുന്നത്. കാരണം പഠിക്കണം എന്ത് വേണം? അലക്ക് നമുക്ക് കാണണമെങ്കിൽ മൈക്രോസ്കോപ്പ് വേണം. മൈക്രോസ്കോപ്പിലേക്ക് എത്തിയത് 1590 ജീവിച്ചു പോയ ഒരു സാധാരണ കന്നഡ ഷോപ്പുകാരനാണ്, ഒരു കന്നഡ കച്ചവടക്കാരൻ. അയാൾ ഡോക്ടറും എഞ്ചിനീയറും പിന്നെ സയൻറ്റിസ്റ്റൊന്നുമല്ല. അത് ഞാൻ ഇൻഷാ അല്ലാഹ് അതിൻ്റെ അവസാനം പറയാം. അയാളുടെ ചിത്രവും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അയാൾ ഒരു സാധാരണ കന്നഡ ഷോപ്പുകാരനാണ്. അയാളാണ് മൈക്രോസ്കോപ്പിലേക്ക് എത്തിയത് 1590. അപ്പം അതുവരെ എന്താ എന്നാലും അലക്ക് എന്ന പദത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ തുടങ്ങാൻ പോലും ആയിട്ടില്ല എന്നർത്ഥം. കാരണം അലക്കിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന അർത്ഥം ഭ്രൂണമെന്നാണ്, എംബ്രിയോ. ഭ്രൂണം എന്നത് മനുഷ്യ ശരീരത്തിലെ രണ്ട് ശരീരങ്ങളിലെ വ്യത്യസ്തങ്ങളായിരിക്കുന്ന 2 അരക്കോശങ്ങൾ, നമുക്ക് അങ്ങനെ പറയാൻ പറ്റുക. അങ്ങനത്തെ 2 അരക്കോശങ്ങൾ ചേർന്നുണ്ടാകുന്ന ഒരു കോശം. ആദ്യം സൈഗോട്ടാണ്, പിന്നെ അത് എംബ്രിയോ ആയിട്ട് മാറാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ അറിയോ? പിന്നെ അതിൻ്റെ ഒരു ഭയങ്കരമായിരിക്കുന്ന ഒരു സംഗതിയുണ്ട്. ശരീരത്തിലെ മുഴുവൻ കോശങ്ങളും ഡിപ്ലോയിഡ് സെല്ലുകളാണ്. ഡിപ്ലോയിഡ് സെല്ല് എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം പറയാൻ സങ്കരിത കോശം എന്നാണ്, പക്ഷെ അതല്ല ഉദ്ദേശം. 2 ജോഡി ക്രോമസോമുകളുള്ള കോശങ്ങൾ. ഒരു ജോഡി ക്രോമസോം എന്ന് പറഞ്ഞാൽ 23 ഉണ്ടാവും. 23 ക്രോമസോമുകളുള്ള 2 ജോഡികൾ ചേർന്നതാണ് ഒരു സെല്ല്. അപ്പോൾ 46 ക്രോമസോമുകൾ ഉണ്ടാവും. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. 46 ക്രോമസോമുകളിലായി 92 DNA ഉണ്ടാവും ഒരു സെല്ലിൽ. എന്നാൽ ഈ ശരീരത്തിലെ മുഴുവൻ കോശങ്ങളും
ഇങ്ങനെയുള്ള കോശങ്ങളാണെന്നിരിക്കെ തന്നെ അതിൽ നിന്ന് അല്പം ഡിഫറൻ്റ് ആയിട്ട് വേറെ ഒരു കോശം. പുരുഷ ശരീരത്തിൽ സ്പേം, ബീജം, സ്ത്രീ ശരീരത്തിൽ ഓവം, അണ്ഡം. അവ രണ്ടിലും എത്ര ക്രോമസോം ഉണ്ട്? 23 ക്രോമസോമുകൾ. 23 ക്രോമസോമുകൾ. ഈ 23 ചേരുന്നതാണ് അടുത്ത 46. അതാണ് സൈഗോട്ട്. അതാണ് പിന്നെ എംബ്രിയോ ആയിട്ട് മാറുന്നത്. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൊണ്ടു, ഒന്ന് പരിധിയൊക്കെ മനസ്സിലാവും. ഖുർആനിൽ ദക്കർ ഉനുസ, ഇതാണ് ആണിനും പെണ്ണിനും ഉപയോഗിച്ച പദം. അല്ലാതെ ഉപയോഗിച്ച ഇപ്പോൾ റജുല്, അതുപോലെ മർഅത്ത് ഉള്ള പദങ്ങൾ അത് വേറെ വേറെ തലത്തിൽ, അതിന് വേറെ അർത്ഥങ്ങളുണ്ട്. പക്ഷെ ദക്കർ ഉനുസ എന്നീ പദങ്ങൾ സ്ത്രീ പുരുഷൻ, പുരുഷൻ സ്ത്രീ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ച പദമാണ്. ഈ 2 പദങ്ങളും ഖുർആനിൽ ഉപയോഗിച്ചത് 23 തവണയാണ്. മനസ്സിലായോ? സ്ത്രീ എന്നും പുരുഷനെന്നും പറയാനുള്ള ദക്കർ ഉനുസ എന്നീ പദങ്ങൾ ഖുർആനിൽ ഉപയോഗിച്ചത് 23 തവണയാണ്. 23 ക്രോമസോമുകളുടെ സമാഹാരമാണ്, അല്ലെങ്കിൽ സമ്മേളനമാണ് ഒരു സൈഗോട്ട്, ഒരു എംബ്രിയോ. ഈ അലക്കിനെ കുറിച്ചാണ് ഖുർആൻ ആദ്യം സംസാരിച്ചത്. ഞാൻ പറഞ്ഞ എന്താ അറിയോ, അലക്ക് എന്ന ആ ഒരു പദത്തിലൂടെ മനുഷ്യ സൃഷ്ടി എന്ന അതിസങ്കീർണമായിരിക്കുന്ന അത്ഭുതകരമായിരിക്കുന്ന സൃഷ്ടിയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പിന്നെ ഖുർആൻ ഇങ്ങനെ ഒരുപാട് വശങ്ങളിലൂടെ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. ഞാനതിൽ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പിന്നീട് വരാം. എന്നാൽ അങ്ങനെയുള്ള ഒരു പഠനത്തിന്, ഒരു ആലോചനക്ക്, ഒരു അന്വേഷണത്തിന് ആഹ്വാനമാണെന്ത്? ഇഖ്റ. ആ ഇഖ്റേൻ്റെ അർത്ഥം വായിക്കുക എന്നാവോ? വായിക്കാൻ കയ്യിലൊരു സാധനം വേണം, അതിങ്ങനെ വായിക്കാൻ നല്ലത്. വായനക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും നീ വായിക്കുക എന്ന പരിമിതമായ അർത്ഥത്തിൽ ഇഖ്റേനെ നിർത്താൻ കഴിയില്ല. മറിച്ച് നമുക്ക് നമ്മുടെ റബ്ബിനെ മനസ്സിലാവണം, അറിയണം, അത് അംഗീകരിക്കാൻ കഴിയണം. അതിനെന്ത് വേണം? അവൻ ആരെന്ന് മനസ്സിലാക്കുവാനുള്ള മാർഗങ്ങളിലേക്ക് നമ്മൾ എത്തണം. ആ മാർഗമാണ് അവൻ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഈ സൃഷ്ടി പ്രപഞ്ചം. അതാണ് ഒരുപക്ഷെ ഖുർആൻ പോലെയോ അതിലേറെയോ വിശാലമായ അത്ഭുതകരമായിരിക്കുന്ന ഗ്രന്ഥം. ആകാശഭൂമികളെന്ന ഈ മഹൽ ഗ്രന്ഥത്തിൻ്റെ താളുകൾ നമ്മൾ എവിടെ നിന്ന് മറച്ചു നോക്കിയാൽ അവിടെയൊക്കെ, ആ താളുകളിലൊക്കെ നമുക്ക് അല്ലാഹുവിനെ കാണാൻ കഴിയും. അങ്ങനെയാണ് അവൻ. അതിലേക്ക് നമ്മൾ എത്തുന്ന ഒന്നാമത്തെ പേജാണ്. ഒന്നാമത്തെ പേജ് മറിക്കുകയാണെന്ത്? മനുഷ്യനെന്ന ഈ കൊച്ചു ജീവിയെക്കുറിച്ച് പഠിച്ചുകൊണ്ട്. അതോ അത്ഭുതകരമായിരിക്കുന്ന ഒരു സൃഷ്ടിയുമാണ്. ഇതെന്തിനിങ്ങനെ പറഞ്ഞു? അപ്പോൾ നമ്മൾ ഒരാൾ ഒരു കാട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ യാദൃശ്ചികമായി ഒരു വലിയ ഒരു ഇങ്ങനെ വിശന്നിങ്ങനെ നിൽക്കുന്ന ഒരു സിംഹത്തിൻ്റെ മുമ്പിൽ ചെന്നാണ് പെട്ടു. ഒരു സിംഹത്തിൻ്റെ മുമ്പിൽ. ഇനി എന്താ ചെയ്യുക? ഇനി ഒന്നും ചെയ്യണ്ടല്ലേ, ബാക്കിയൊക്കെ സിംഹം ചെയ്തോളൂ. അങ്ങനെയാണ് ഇവർ വരാറില്ലേ, തമാശക്കാർ. നമ്മളൊന്നും ചെയ്യണ്ട, ഒക്കെ സിംഹം ചെയ്തോളൂ. എന്നാൽ ആ സിംഹത്തിൻ്റെ മുമ്പിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ മനസ്സിൽ അപ്പോഴുള്ള വിചാരങ്ങൾ എന്താവും? ഇന്ന് ഉച്ചക്ക് ചോറ് നമ്മ പപ്പടം കിട്ടിയില്ല, അങ്ങനെ വല്ല ചിന്തയുണ്ടാവോ? ആ ഫിഷ് ഫ്രൈ നന്നായിട്ട് ചേട്ടോ, ഇന്ന് രാത്രിയെങ്കിലും ഒന്ന് ഉഷാറായിട്ട് കൊച്ചിയിലൊന്ന് ഭക്ഷണം കഴിക്കണം, അടുത്ത ആഴ്ച മറ്റേ സൽക്കാരത്തിന് പോകുമ്പോൾ ഒന്ന് ഉഷാറാക്കണം, അങ്ങനെ എന്തെങ്കിലും. ഇങ്ങനെയുള്ള ദുന്യ വിചാരിക്കുന്ന ചെറുതും വലുതുമായിരിക്കുന്ന ഏതെങ്കിലും വിഷയം ഇയാളുടെ മനസ്സിൽ വരുമോ? ഒന്നും വരില്ല. ഒറ്റ വിഷയം വരുള്ളൂ, ഇവന്റെ മുമ്പിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം. എന്താ കാരണം? സിംഹത്തിന്റെ പോക്കിരിത്തരം നമുക്ക് നന്നായിട്ട് അറിയാം. സിംഹത്തെക്കുറിച്ച് നമ്മളതിനെ കണ്ടിട്ടില്ലെങ്കിൽ പോലും നമുക്കതിനെക്കുറിച്ച് ഒരു കൃത്യമായ ധാരണ ഉണ്ട്. അതുകൊണ്ട് അത്ര പോക്കിരിയായിരിക്കുന്ന അവന്റെ മുമ്പിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും എന്നല്ലാത്ത ഒരു ചിന്തയും ഈ മനുഷ്യന്റെ മനസ്സിലുണ്ടാവില്ല. നല്ല കോൺസെൻട്രേഷൻ കൊണ്ട് നടത്തും. അങ്ങനത്തെ എത്ര സിംഹങ്ങളുണ്ട് കാട്ടിൽ നമുക്കറിയില്ല. ലക്ഷക്കണക്കിന് സിംഹങ്ങളുണ്ട്. പിന്നെ ലക്ഷക്കണക്കിന് വേറെ ജീവികളുണ്ട്, മറ്റു സൃഷ്ടിജാലങ്ങളുണ്ട്. ഇതൊക്കെ അടങ്ങുന്ന ഒരു ഭൂമി അടക്കമുള്ള കോടിക്കണക്കിന് ഗോളങ്ങൾ. നമ്മുടെ ഗാലക്സിയിൽ മാത്രം 2 ലക്ഷം കോടി ഗോളങ്ങളുണ്ട് നമ്മുടെ ഗാലക്സിയിൽ. അതിൻ്റെ വേറെ വശം നോക്കുന്നുണ്ട്. ഒരു ഹ്യൂമൻ ബോഡിയിലെ ശരാശരി സെല്ലുകൾ 2 ലക്ഷം കോടിയായിരിക്കും. 2 ലക്ഷം കോടി സെല്ലുകളാണ് ഒരു ഹ്യൂമൻ ബോഡിയിൽ ഉണ്ടാവുക ശരാശരി. അത്ര തന്നെ നക്ഷത്രങ്ങളാണ് നമ്മുടെ ഗാലക്സിയിലുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഗാലക്സികൾ. ഇതൊക്കെ സൃഷ്ടിച്ച് സംവിധാനിച്ച് നിയന്ത്രിച്ച് അതിനൊക്കെ ഇങ്ങനെ വളർത്തി വലുതാക്കി കൊണ്ടുപോകുന്ന പടച്ച റബ്ബുണ്ടല്ലോ. ആ പടച്ച റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് നിന്നു സുബൈക്ക്. എന്നിട്ടോ നിന്നിട്ട് പറഞ്ഞു അല്ലാഹു അക്ബർ.
എന്താ പറഞ്ഞ്? അള്ളാഹു ഏറ്റവും വലിയവനാണ്, അതിനേക്കാൾ വലിയൊരാളില്ല. എന്നിട്ടോ നമ്മൾ നിന്നു, നമ്മൾ നിന്നിട്ട് നമ്മുടെ ശരീരത്തെ അവിടെ വെച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ പോയി സ്ഥലം വിട്ട് അല്ലേ? പെണ്ണുങ്ങൾ പപ്പടം പൊരിക്കാൻ പോയി അല്ലേ? പൂച്ചനാട്ടി, വീട് വൃത്തിയാക്കി, കുട്ടികളെ സ്കൂൾ പറഞ്ഞയച്ചു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തു. ഇവരോ അവർ ജോലി സ്ഥലത്ത് പോയി, അവർ അങ്ങനെ ആ ഫയൽ ഓപ്പൺ ചെയ്തു, അതിൽ കറക്ഷൻ നടത്തി, അങ്ങനെ അങ്ങനെ ഇതുവരെ കിട്ടാത്തൊരു കണക്കുണ്ടെന്ന കണക്കൊന്ന് കൂട്ടി അല്ലേ? ഒക്കെ ഒക്കെ ടാലിയായി, എല്ലാം കറക്റ്റ് റെഡി ആയിട്ട് വന്നാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, ഒരു 4 മിനിറ്റ് കൊണ്ട് 4000 കേന്ദ്രങ്ങളിൽ നമ്മൾ പോയെന്നു. ഈ തടിനവിടെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് നമസ്കരിക്കാൻ സാധിച്ചു. എന്തുകൊണ്ടാ? അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോഴും ആരാണ് ഈ അള്ളാഹു എന്ന് നമ്മൾ മനസ്സുകൊണ്ട് അറിയാനും അംഗീകരിക്കാനും ശ്രമിച്ചിട്ടില്ല. മനസ്സുകൊണ്ട് അള്ളാഹുവിനെ അറിയാനും അംഗീകരിക്കാനും ശ്രമിച്ചാൽ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോ ശരിക്ക് ഉണ്ടാവേണ്ട കോൺസെൻട്രേഷൻ ഉണ്ടാവും. ആ നമസ്കാരത്തിന് അർത്ഥമുണ്ടാകും, ആഴമുണ്ടാകും, അതിന് ഖനമുണ്ടാകും. അത് പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഏറ്റവും മികച്ചതായി നിൽക്കുകയും ചെയ്യും. ഇതാ റസൂൽ പറഞ്ഞ് നമസ്കാരത്തെക്കുറിച്ച് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് വേറെ പഠിക്കേണ്ട വിഷയമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അള്ളാഹുവിനെ നമുക്ക് ബോധ്യപ്പെട്ടെങ്കിലേ ഈ സുമ്മസ്തഖാമോ എന്നതിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അങ്ങനെ ബോധ്യപ്പെടണമെങ്കിൽ എന്ത് വേണം? നമുക്ക് മാത്രമായി അവൻ നൽകിയിരിക്കുന്ന ബുദ്ധിയും ചിന്തയും ഉപയോഗപ്പെടുത്തണം. അത് ഉപയോഗപ്പെടുത്തുമ്പോൾ അവൻ സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന ഒരു അണു മുതൽ ആകാശഗോളങ്ങളെക്കുറിച്ച് മുഴുവനും നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചാലും അവിടങ്ങളിലൊക്കെ അവൻ്റെ അടയാളങ്ങൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ആ കാഴ്ചയുടെ തുടക്കമാണ് അലക്ക് എന്ന പദത്തിലൂടെ ഖുർആൻ ആദ്യമായി എടുത്തു വെച്ചത്. അതിൻ്റെ വിശദാംശങ്ങൾ അടുത്ത ആയത്തുകളോട് വരുന്നുണ്ട്. ഇതിനോട് ചേർന്ന് വന്ന 3 ആയത്ത് കൂടി ഈ ഒരേ സമയത്ത് ഇറങ്ങിയതായതുകൊണ്ട് മാത്രം അതുകൂടെ നമുക്ക് ഇവിടെ നിന്ന് അനലൈസ് ചെയ്ത് നോക്കാം. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേന കൊണ്ട് പഠിപ്പിച്ചവൻ. മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു. ഈ 3 ആയത്തുകളാണ് ആദ്യത്തെ 5 ആയത്തുകളിലെ രണ്ടാമത്തെ പാർട്ട്. ഈ ആയത്തുകൾ നമുക്കറിയാം, നമ്മൾ ഒരുപാട് തവണ കേട്ടതും പഠിച്ചതും ചർച്ച ചെയ്തൊക്കെ ഒരു വിഷയമാണ്. ഇഖ്റഉ റബ്ബുക്കൽ അക്രം, നിന്റെ റബ്ബ് അത്യുദാരനാകുന്നു എന്ന് വായിക്കുക എന്നാണ് പറയേണ്ടത്. നിങ്ങൾ തീരുമാനിക്കുക. എന്താ അവൻ അത്യുദാരനാന്ന് പറയാൻ കാരണം? അല്ലദീ അല്ലമ ബിൽ ഖലം, അവൻ പേന കൊണ്ട് പഠിപ്പിച്ചു. അല്ലമൽ ഇൻസാന മാലം യഅലം, അതുവഴി മനുഷ്യൻ അറിയാത്ത ഒരുപാട് അറിവുകൾ അവനെ സമ്മാനിച്ചു. ഇവിടെ പേന കൊണ്ട് പഠിപ്പിച്ചു എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു മനുഷ്യനോട് അത്യധികം ഉദാരത ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞത്. എന്താ വിഷയം? ഈ നിങ്ങൾ ഡാർവിന് സിദ്ധാന്തം ശ്രദ്ധിച്ചു നോക്കിണ്ടോ? സ്കൂളൊക്കെ പഠിക്കില്ല, ഞാനൊക്കെ പഠിച്ച കാലത്ത് സ്കൂൾ പഠിച്ചിട്ടുണ്ട്, ഇപ്പോൾ പഠിപ്പിക്കണ്ടോ എന്ന് എനിക്കറിയില്ല. ഡാർവിന് സിദ്ധാന്തം അതൊരു ശാസ്ത്രമായിട്ട്, ശാസ്ത്ര സത്യമായിട്ടൊക്കെയാണ് ആ കാലത്ത് അവതരിപ്പിച്ചത്. ഇപ്പോൾ അങ്ങനെ അവതരിപ്പിക്കുവാൻ ശാസ്ത്രത്തിനും ധൈര്യമില്ല. എന്താ കാരണം? അതൊരു മഹാപൊട്ടത്തരാണ്. അമീബ എന്ന ഏകകോശ ജീവിയിൽ നിന്ന് കോശങ്ങൾ ഇങ്ങനെ വിഘടിച്ച് പുതിയ പുതിയ ജീവികളായി അങ്ങനെ അങ്ങനെ ഒരുപാട് ജീവികൾ, ആ ജീവികൾക്ക് ഇങ്ങനെ വരുന്ന പരിണാമങ്ങൾ, ആ പരിണാമങ്ങൾ ഇങ്ങനെ എത്തി നിന്ന് എവിടെയാ? കാട്ടിലെത്തി. കാട്ടിൽ കുരങ്ങിൻ്റെ അരികിലെത്തി. കുരങ്ങ് വർഗത്തിൽ ചിമ്പാൻസി എന്നൊരു ടീമുണ്ട്. മനുഷ്യനോട് അല്പം സാദൃശ്യമുണ്ട് അവരുടെ ശരീരപ്രകൃതിക്ക്. ആ ചിമ്പാൻസി എന്ത് ചെയ്തു? ഒരു ദിവസം ഇങ്ങനെ എഴുന്നേറ്റുന്നപ്പോൾ നട്ടെല്ലങ്ങ് നിവർന്നു. മുഖത്തിൻ്റെ ഷേപ്പ് ഒന്നുകൂടി അങ്ങ് ശരിയായി, രോമങ്ങളൊക്കെ അങ്ങ് കൊഴിഞ്ഞു പോയി. അങ്ങനെ അതാ പുതിയൊരു സാധനം ഉണ്ടായി. ഇത് കമ്പ്യൂട്ടറിൽ ആനിമേഷൻ ചെയ്യല്ല കേട്ടോ, നമുക്ക് കമ്പ്യൂട്ടറിൽ ആനിമേഷൻ ചെയ്യാം. ഒരു കുരങ്ങനെ നമുക്ക് എഴുന്നേറ്റ് നിർത്തിക്കാം, എന്നിട്ട് അതിൻ്റെ നട്ടൽ നിവർത്തി വെക്കാം, മുഖത്തിൻ്റെ ഷേപ്പ് മാറ്റാം, തിരിച്ചു മനുഷ്യനെ കണ്ട് കുരങ്ങു നോക്കാമല്ലോ. 2 കമ്പ്യൂട്ടറിൽ പറ്റും. എന്നാൽ അതല്ല, ഇത് റിയലായിട്ട് സംഭവിച്ചു എന്ന് പറയാൻ ശ്രമിച്ച സംഗതിയാണ്. അങ്ങനെ മനുഷ്യൻ ഇങ്ങനെ കുരങ്ങ് ഇങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ ആയി മാറി. ശരി, അങ്ങനെ സമ്മതിക്കാമായിരുന്നു. ആ സംഭവം ഇനി ഉണ്ടാവണ്ടേ? ഇപ്പോഴും ഉണ്ടായിക്കൂടെ? ഈ പറഞ്ഞ ഡാർവിൻ പോലും അങ്ങനെ സംഗതി കണ്ടിട്ടില്ല. ഡാർവിൻ്റെ കാലക്കാർ കണ്ടിട്ടില്ല. ഭൂമിയിൽ ഇന്നോളം ഒരു മനുഷ്യനും അങ്ങനെ സംഭവം കണ്ടിട്ടില്ല. ചരിത്രത്തിൽ എവിടെയും അങ്ങനെ ഒരു രേഖയില്ല.
എന്തുകൊണ്ട്? കുരങ്ങ് എല്ലാ കാലത്തും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. കുരങ്ങനെ ഇപ്പോഴും എഴുന്നേറ്റുന്നൂടെ? ഒരു കുരങ്ങനെ മാത്രം എഴുന്നേൽക്കാൻ തോന്നി, അതൊക്കെ മനുഷ്യനായി. പിന്നെ ആ പണി നിർത്തിയവർ. അതിന് കുരങ്ങി നമ്മളാവണ്ടേ? നമ്മളല്ലേ? നമ്മളാ ഓൻ ചെയ്തിട്ടുള്ള പണി, ഞാൻ ചെയ്യേണ്ടില്ല, മാറിക്കറി നമ്മളല്ലേ? അപ്പൊ അതല്ല, ഒരൊറ്റ കുരങ്ങിന് പോലും നമ്മുടെ കൺമുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ തോന്നിയിട്ടില്ല. എന്നിട്ട് നട്ടൽ നിവർന്നിട്ടില്ല, എന്നിട്ട് താടി എല്ലുകൾ ശരിയായിട്ടില്ല, എന്നിട്ട് രോമങ്ങൾ കൊഴിഞ്ഞു പോയിട്ടില്ല, എന്നിട്ട് മനുഷ്യന്റെ ആകൃതിയിലേക്ക് അവൻ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കണ്ടതിനെയും കേട്ടതിനെയും മണത്തതിനെയും രുചിച്ചതിനെയും തൊട്ടതിനെയും മാത്രമേ അംഗീകരിക്കൂ എന്ന് പറയുന്ന യുക്തിവാദ പ്രസ്ഥാനങ്ങൾക്ക് പോലും ഇതിനെ സത്യപ്പെടുത്തി അധികകാലം നിലനിൽക്കാൻ കഴിയാതെ പോയത്. എന്നാൽ ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടൊരു ഘടകം ഒന്ന് നമ്മൾ അന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നമ്മുടെ ഈ വിരൽ തുമ്പ് കുരങ്ങനില്ല. മനസ്സിലല്ലേ? ഒരു ആസ്ട്രേലിയൻ ജീവി ആലക്കുണ്ട് നമ്മൾ പറഞ്ഞു, പക്ഷെ അത് ഡബിളാണ്. എന്നാൽ കുരങ്ങന് ഈ വിരൽത്തുമ്പില്ല. ഈ വിരൽത്തുമ്പില്ല പറഞ്ഞാൽ ഇതുപോലെ പ്രത്യേകതയുള്ള നമ്മുടെ ഐഡന്റിറ്റിയായി വെക്കാൻ കഴിയുന്ന ഡിഫറൻസ് ഉള്ള ഈ ഒരു പിന്നെന്തില്ല, വിരൽത്തുമ്പില്ല. ഒന്ന്. രണ്ടാമത്തെ പ്രശ്നം എന്താ? കുരങ്ങന് നമ്മളെപ്പോലെ തന്നെ കൈകളിൽ 5 വിരലുകളുണ്ട്, 2 കൈകളിലും. കുരങ്ങന് മാത്രമല്ല പല ജീവികൾക്കും 2 കൈകളും അതിൽ 5 വിരലുകളുമുണ്ട്. എന്നാൽ ഇന്ന് വരെ ഒരൊറ്റ കുരങ്ങും തൻ്റെ ഈ 5 വിരലുകൾക്കുള്ളിൽ ഒരു കൊള്ളിക്കഷ്ടങ്ങനെ എടുത്തിട്ട് മണ്ണിലെങ്കിലും ഒരു വര വരച്ചിട്ടില്ല, ഒരക്ഷരം എഴുതാൻ ശ്രമിച്ചിട്ടില്ല. അടുത്ത കുരങ്ങ് അത് നോക്കി പകർത്തിയിട്ടുമില്ല. എന്നാൽ മനുഷ്യൻ അവൻ്റെ കയ്യിൽ ആദിമ മനുഷ്യൻ ഒരാണിക്കഷ്ണമെടുത്തു കയ്യിൽ, എന്നിട്ട് അവൻ പാറയിൽ വരച്ചു. നമ്മൾ കഴിഞ്ഞ പ്രശ്നം കണ്ടല്ലോ. പിന്നെ അവൻ മരത്തിൽ വരച്ചു, പിന്നെ തൊലിയിൽ വരച്ചു, പിന്നെ ഇലയിൽ വരച്ചു, പിന്നെ കടലാസിൽ വരച്ചു, പിന്നെ ഒരു ടൈപ്പ് റൈറ്ററിലേക്ക് കൂടി മാറി വേറെ കോലത്തിലേക്ക് മാറ്റി. ഇതിനൊക്കെ വിരല ഉപയോഗിക്കുന്നത്. പിന്നെ കമ്പ്യൂട്ടറിലേക്ക് എത്തിച്ചു. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പുരോഗതിയുടെ അവൻ്റെ ഗവേഷണത്തിന് അവന് ഏറ്റവും അധികം സഹായിച്ചിരിക്കുന്ന, അവൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും അധികം സഹായിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകമാണെന്ത്? അവൻ്റെ ഈ 5 വിരലുകളുടെ പ്രവർത്തനം. അതിന് അവൻ്റെ കയ്യിൽ നൽകിയിരിക്കുന്ന ഉപകരണം എന്ന കലം. ഇത് മനുഷ്യന് മാത്രമേ ഉള്ളൂ. ഭൂമിയിൽ ഇന്നോളം ഒരു ജീവിക്കും അത് തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് കുരങ്ങനെങ്കിലും തോന്നേണ്ടിയിരുന്നു, കുരങ്ങും തോന്നിയിട്ടില്ല. അപ്പോൾ ഭാവിയിൽ ഏതെങ്കിലും ആളുകൾ വന്ന് നമ്മുടെ പിതാമഹന്മാർ കുരങ്ങുകളാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ആ കൂട്ടത്തിൽ കൂട്ടണ്ട എന്ന് പറയാൻ നമുക്ക് പറ്റണം. എന്ത് വേണം? നമുക്കൊരു പ്രത്യേക ആദരവ് വേണം. ആ ആദരവ് അല്ലാഹ് നൽകിയത്. ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഇത് സൂറത്ത് ഇസ്രായേൽ വേറെ നിലക്ക് പറഞ്ഞു, വലഖദ് കറംനാ ബനി ആദം. ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു, അവർക്ക് ഒരുപാട് ഔദാര്യങ്ങൾ ചെയ്തു കൊടുത്തിരിക്കുന്നു. അതിന്റെ ബാക്കി കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അപ്പൊ ഈ ആദരവ് നമുക്ക് ലഭിച്ചു എന്നതാണ് രണ്ടാമത്തെ. അപ്പോൾ നിങ്ങൾ മനുഷ്യൻ എന്ന സൃഷ്ടിയെക്കുറിച്ച് പഠിച്ചു തുടങ്ങുമ്പോഴും മനുഷ്യൻ മറ്റുള്ള ജീവികളിൽ നിന്നും തീർത്തും ഡിഫറൻ്റ് ആണ് എന്നും അതൊരു പുതിയ സൃഷ്ടിയാണ് എന്നും അതിൻ്റെ കൂടെ തന്നെ അറിയാൻ അന്ന് നമ്മുടെ മുമ്പിൽ വരച്ചു വെച്ച ഒരു ചെറിയ ഉദാഹരണമാണെന്ത്? ഈ പേന കൊണ്ടുള്ള അഭ്യാസം. അതാണ് വിശുദ്ധ ഖുർആൻ ഒന്നാമത്തെ അവതരണത്തിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തിയിരിക്കുന്ന സൂറത്തു അലഖ് 96-ാമത്തെ സൂറത്താണ്. അതിലെ 5 ആയത്തുകൾ അതിൻ്റെ അവതരണ പശ്ചാത്തലം നോക്കുമ്പോൾ ഒന്നാമത്തെ ആയത്തുകളാണ്. അതിൻ്റെ ഒരു ആകത്തെ ഒരു സമ്മറി മാത്രമാണ് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയത്. നമ്മൾ ഇനി മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ചില ഘട്ടങ്ങളിലേക്ക് നമ്മളിങ്ങനെ മെല്ലെ ഒന്ന് ഓടിച്ചു പോവാണ്. അതിൻ്റെ വിശദാംശങ്ങളിലെ അടുത്ത ക്ലാസ്സിലേക്ക് പോവാം. സൂറത്തു സജദ 32-ാമത്തെ സൂറത്ത്. അതിൽ 7 മുതൽ 9 വരെയുള്ള ആയത്തുകൾ. അപ്പോ അല്ലദീ അഹ്സന കുല്ല ഷൈഇൻ ഖലഖഹു വബദഅ ഖൽഖൽ ഇൻസാനി മിൻ തീൻ. അഹ്സന എന്ന പദം നന്നാക്കി എന്നർത്ഥം, മികച്ചതാക്കി. എല്ലാ നന്മകളും ചേർത്ത് വെച്ച് ഉണ്ടാക്കുന്നതിനാണ് അഹ്സന എന്ന് പറയുന്നത്.
നമ്മൾ ഒരാൾ നല്ലൊരു പ്രസൻറ്റേഷൻ നടത്തിയാൽ അറബിയിൽ ആളുടെ പറയാം അഹ്സൻത, നന്നായി, നന്നാക്കി ആണ് പദം. അഹ്സൻത, നീ നന്നാക്കി. അല്ല, അതിന് ചേരേണ്ടൊക്കെ ചേർന്നിട്ടുണ്ട്, ചേരേണ്ടാത്തതൊന്നും ചേർന്നിട്ടില്ല. ജാമിയും മാനിയും എന്ന് പറയാൻ അല്ല. അഹ്സന, അഹ്സന യുഹ്സിനു അല്ലദീ അഹ്സന കുല്ല ഷൈഇൻ, എല്ലാ വസ്തുക്കളെയും അവൻ മികച്ചതാക്കി, നന്നാക്കി, എല്ലാ നന്മകളും ചേർത്ത് വെച്ചു കൊടുത്തു. ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ വസ്തുക്കൾ എന്ന് പറയാം. എല്ലാ വസ്തുക്കളെയും അവൻ നന്നാക്കി. എങ്ങനെയുള്ള വസ്തുക്കളെ? ഖലഖഹു, അവൻ സൃഷ്ടിച്ച, അതിനെ അവനാണ് സൃഷ്ടിച്ചത്. അപ്പോൾ അവൻ സൃഷ്ടിച്ചതല്ലാത്ത വേറെ ഉണ്ടെന്നതിനർത്ഥമില്ല, അത് അങ്ങനെ ഒരു പ്രയോഗമാണ്. അവൻ സൃഷ്ടിച്ച എല്ലാ വസ്തുക്കളെയും അവൻ നന്നാക്കി. ഖലഖ, സൃഷ്ടിച്ചു. എന്നിട്ടോ വബദഅ ഖൽഖൽ ഇൻസാനി, ബദഅ, ബദഅ എന്ന് പറഞ്ഞാൽ ആരംഭിച്ചു, തുടങ്ങി. ബദഅ ഒരു ചരിത്ര ഗ്രന്ഥത്തിൻ്റെ പേര് അൽ ബിദായ വൻ നിഹായ എന്നാണ്. തുടക്കവും ഒടുക്കവും എന്നതിൻ്റെ അർത്ഥം. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിയുടെ ഒരു ഗ്രന്ഥമാണത്, അൽ ബിദായ വൻ നിഹായ, തുടക്കം ഒടുക്കം. അപ്പോൾ എന്താ പറഞ്ഞ? ബദഅ, തുടങ്ങി. ഓ ബദഅ, അവൻ തുടങ്ങുകയും ചെയ്തു. എന്ത്? ഖൽഖൽ ഇൻസാൻ, മനുഷ്യന്റെ സൃഷ്ടി. മനുഷ്യ സൃഷ്ടി അവൻ ആരംഭിച്ചു. മിൻ ത്വീൻ, ത്വീൻ എന്ന് പറഞ്ഞാൽ കളിമണ്ണ്. സാധാരണ മണ്ണിന് തുറാബി എന്നാണ് പറയുക. തീൻ എന്ന് പറഞ്ഞാൽ ത്വീൻ, ത്വീൻ എന്ന് പറഞ്ഞാൽ കളിമണ്ണ്. കളിമണ്ണിന്റെ പ്രത്യേകത എന്താ? കളിമണ്ണ് പരസ്പരം ചേർന്ന് നിന്ന്, ഒട്ടി നിന്ന്, അത് ഒരു രൂപമാക്കി മാറ്റാൻ കഴിയുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഓട്, ഇഷ്ടിക ഒക്കെ ഉണ്ടാക്കുന്നത് കളിമണ്ണിൽ നിന്നാണ്. ആ കളിമണ്ണിന് വേറെ പ്രയോഗം ഖുർആൻ നടത്തിയിട്ടുണ്ട്, മുട്ടിയാൽ ശബ്ദമുണ്ടാവുന്ന. അതും ഖുർആൻ പേശുണ്ട്. ഖലഖൽ ഇൻസാന മിൻ സ്വൽസ്വാലിൻ കൽ ഫഖാർ. അപ്പോൾ ശബ്ദമുണ്ടാക്കുന്ന, മുട്ടിയാൽ ശബ്ദം ഉണ്ടാവും. ഓടിനും ഇഷ്ടികക്കൊക്കെ കൊട്ടിയാൽ ശബ്ദം ഉണ്ടാവും. അങ്ങനെയുള്ള കളിമണ്ണിൽ നിന്നാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ് അവൻ ആരംഭിച്ചത്. അപ്പോൾ ഇന്നുള്ള ഓരോ മനുഷ്യനെയും അതാത് സമയത്ത് മണ്ണിൽ നിന്ന് ഇങ്ങനെ രൂപം പ്രാപിപ്പിച്ചിട്ട് അവനിങ്ങനെ റൂഹ് ഊതി കൊടുക്കല്ല എന്നർത്ഥം. ആ പണി ഒരിക്കൽ മാത്രമേ നിർവഹിക്കേണ്ടി വന്നിട്ടുള്ളൂ. ഒറ്റ പ്രാവശ്യം മാത്രമേ മനുഷ്യൻ അങ്ങനെ സൃഷ്ടിക്കേണ്ടി വന്നിട്ടുള്ളൂ. അതാണ് ആദമിനെ അങ്ങനെ സൃഷ്ടിച്ചത്. നേർക്ക് നേരെ മണ്ണിൻ്റെ രൂപം ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്യാമെന്നതിനുള്ള ചില ഉദാഹരണങ്ങൾ പിൽക്കാലത്ത് പ്രവാചകന്മാരിലൂടെ അള്ളാഹ് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇബ്രാഹിം നബി പറഞ്ഞല്ലോ, എങ്ങനെയാണ് നീ മരിച്ചവരെ ജീവിപ്പിക്കുന്നത്, എനിക്കൊന്ന് കാണിച്ചു തരുമെന്ന്. അപ്പോൾ ചോദിക്കുന്നുണ്ട് അള്ളാഹ്, അല്ല എന്താ ഇബ്രാഹിമേ വിശ്വാസമായില്ലേ? അപ്പം പറഞ്ഞെന്താ പറയുക, വിശ്വാസം ആകത്തോണ്ടല്ല, എന്നാലും ഒന്ന് ഉറപ്പിക്കുക, എൻ്റെ മനസ്സിന് ഒരു ഉറപ്പ് കിട്ടാനാണ്. അവിടെ ചെയ്ത പണി എന്താ? 4 പക്ഷികളെ കൊടുത്തിട്ട് അത് ഒക്കെ അറുത്ത് മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് 4 മലയെ കൊണ്ടൊക്കെ പറയും. എന്നിട്ട് നീ വിളിച്ചോ, അങ്ങോട്ട് വരും. വിളിച്ചു, അവയൊക്കെ പാറ ഇങ്ങോട്ട് വന്നു. അത് പുനർജന്മത്തിൻ്റെ ഒരു ഭാഗമാണ്. എന്നാൽ ഈസാ നബിയുടെ മുഅ്ജിസത്തായിട്ട് പറഞ്ഞാൽ എന്താ? അദ്ദേഹം കളിമണ്ണ് കൊണ്ട് പക്ഷികളെ ഉണ്ടാക്കും കളിമണ്ണ് കൊണ്ട്. എന്നിട്ട് അതിൽ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അതിൽ ഊതുമ്പോൾ എന്താവും? അത് പറന്നു പോകും. അപ്പോൾ അതിൻ്റെയൊക്കെ രൂപമാണ് പറഞ്ഞത്. കളിമണ്ണിൻ്റെ രൂപം തന്നെ ഉണ്ടാക്കിയിട്ട് അതിൽ റൂഹ് നൽകുക ചെയ്തത്. റൂഹ് എന്ന പദം നമുക്ക് ഇൻഷാ അല്ലാഹ് പഠിക്കാം. നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ആത്മാവ് എന്ന പറഞ്ഞ പോലെ തന്നെ പരിമിതമായ ഒരു പദത്തിൽ റൂഹ് അവസാനിക്കില്ല. ഖുർആൻ തന്നെ റൂഹിനെ കുറിച്ച് പറഞ്ഞത് കുലിർ റൂഹ മിൻ അംരി റബ്ബിന, അത് റബ്ബിൻ്റെ കാര്യത്തിൽപ്പെട്ടതാണ്. റബ്ബിൻ്റെ കാര്യത്തിൽപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ട് നിർത്തണമെങ്കിൽ അതൊരു നിസ്സാരമായ സാധനമല്ല എന്നുള്ള ഉറപ്പാണ്. ചെറിയ സമയമൊന്നുമല്ല, കുറേ ഗൗരവമുള്ള. നമുക്ക് ഇൻഷാ അല്ലാഹ് ആ വിഷയത്തിലേക്കും പോകാം. ഞാനിപ്പോൾ അത് വിശദമായി പോകുന്നില്ല. പറഞ്ഞത് കളിമണ്ണിൽ നിന്ന് മനുഷ്യന്റെ സൃഷ്ടിപ്പ് അവൻ ആരംഭിച്ചു. എന്നിട്ടോ അടുത്തായത് അപ്പോൾ സുമ്മ ജഅല നസ്ലഹു മിൻ സുലാലത്തിൻ മിൻ മാഇൻ മഹീൻ. ജഅല എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി, ആക്കി എന്നൊക്കെ പറയാം. ജഅല. നസ്ൽ എന്ന് പറഞ്ഞാൽ സന്തതി. നസ്ൽ എന്ന് പറഞ്ഞാൽ സന്തതി, അങ്ങനെ സന്താന പരമ്പരയായി പോകുന്ന ഒരു ഘടകത്തിനാണ് ആ പദവി ഉള്ളത്. മറ്റേത് ദുരിയത്ത് മതി. അപ്പോൾ നസ്ൽ ജഅല നസ്ലഹു,
അതിൻ്റെ സന്തതിയെ അവൻ ഉണ്ടാക്കി. മിൻ സുലാലത്തിൻ, സുലാലത്ത് എന്നാൽ സത്ത, സുലാലത്ത്. മിൻ മാ ഇൻ മഹീൻ, മാ വെള്ളം, മഹീൻ എന്നാൽ നിസ്സാരമായ മഹീൻ. ഇത്രയും പദങ്ങളതിലുള്ളത്. പിന്നീട് അതിൻ്റെ സന്തതിയെ നിസ്സാരമായ ഒരു വെള്ളത്തിന്റെ സത്തിൽ നിന്ന് അവൻ ഉണ്ടാക്കി. സുമ്മ സവ്വാഹു വനഫഖ ഫീഹി മിർ റൂഹി. സവ്വ എന്നാൽ ലെവലാക്കി, ശരിപ്പെടുത്തി. സവ്വ സമമാക്കി എന്ന് അർത്ഥം ഉണ്ടായിരുന്നു. സമമാക്കി, ശരിപ്പെടുത്തി എന്നാണ് ഉദ്ദേശം. സുമ്മ സവ്വാഹു എന്നിട്ട് അവൻ ശരിപ്പെടുത്തി. വനഫഖ ഫീഹി, നഫഖ എന്ന് പറഞ്ഞാൽ ഊതി. നഫഖ ഊതി. നഫസ എന്ന് പറഞ്ഞാലും ഊതി എന്നാണ് അർത്ഥം. നഫഖ എന്ന് പറഞ്ഞാലും ഊതി. പക്ഷെ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നഫസ എന്ന് പറഞ്ഞാൽ തട്ടിപ്പിൽ ഊത്താണ്. തട്ടിപ്പിൽ ഊത്ത് പറഞ്ഞാൽ ഈ മന്ത്രച്ചരടുകളിൽ അങ്ങനല്ലേ ആൾക്കാരെ പറ്റിക്കാണല്ലേ. മന്ത്രം ജപിക്കുന്നവർക്ക് തന്ത്രിമാർ നമ്മൾ പറയാം, തന്ത്രം മെനയുന്നവർക്ക് മന്ത്രിമാര്. രണ്ടോട് കൂടിയാൽ മന്ത്രങ്ങളുടെ തന്ത്രങ്ങൾ മനസ്സിലാവും. അപ്പോൾ അതിലുപയോഗിക്കുന്ന പദമാണ് നഫസ, ഊത്ത് തന്നെ അർത്ഥം. ഇത് അങ്ങനെയല്ല, നഫഖ ഊതി. വനഫഖ ഫീഹി എന്നിട്ട് അതിൽ ഊതി. മിൻ റൂഹിഹി അവന്റെ പക്കൽ നിന്നുള്ള ഒരാത്മാവിനെ, അവന്റെ വകയായുള്ള അവന്റെ പക്കൽ നിന്നുള്ള ഒരാത്മാവിനെ. ചില പരിഭാഷകളിൽ അവന്റെ റൂഹിൽ നിന്ന്, അവന്റെ ആത്മാവിൽ നിന്ന് എന്ന് കാണാം. കുറച്ചൊരു പ്രയാസമുള്ള പദമാണ്. അവൻ്റേത് തന്നെ രണ്ടർത്ഥമുണ്ട്. എൻ്റെ ജീവൻ എന്നാൽ എൻ്റെ ജീവൻ തന്നെയാണ്. എൻ്റെ സമ്പത്ത് എറിഞ്ഞാലോ അത് എനിക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ആ വ്യത്യാസം. അപ്പം ഇവിടെ റൂഹി എന്ന് പറഞ്ഞാൽ അവൻ്റെ റൂഹ് എന്നതിൻ്റെ ഉദ്ദേശം അള്ളാഹുവിൻ്റെ ആത്മാവ് എന്ന അർത്ഥത്തിലായിക്കൂടാ. മറിച്ച് അള്ളാഹുവിൻ്റെ കയ്യിലുള്ള അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അരികിലുള്ള അള്ളാഹുവിൻ്റെ വകയായുള്ള ഒരാത്മാവ്, അത് വേറെ തന്നെയാണ്. അല്ലാതെ പോയാൽ നമ്മൾ അദ്വൈതത്തെ അംഗീകരിക്കേണ്ടി വരും. അദ്വൈതം എന്താ? എല്ലാറ്റിലും എല്ലാം ദൈവത്തിൻ്റെ അംശങ്ങളാണ്. മനുഷ്യനും മൃഗങ്ങളും പക്ഷികളും ഈ ഭൂമിയും സൂര്യനും എല്ലാം, എല്ലാറ്റിലും ദൈവത്തിൻ്റെ അംശങ്ങളുണ്ട്. എല്ലാവരും ദൈവമാണ് അല്ലെങ്കിൽ ദൈവത്തെ പോലെയാണ് എന്ന് പറയുന്ന അദ്വൈതം അവിടേക്കെത്തും. അള്ളാഹുവിൻ്റെ ആത്മാവ് തന്നെയാണ് മനുഷ്യനിൽ നൽകിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, അപ്പം അള്ളാഹുവിൻ്റെ വകയായുള്ള അവൻ്റെ കയ്യിൽ നിന്നുള്ള ഒരു ആത്മാവിനെ അവൻ ഊതി. പിന്നെ നിങ്ങൾക്ക് അവൻ ഉണ്ടാക്കി തന്നു. എന്ത്? എന്ന് പറഞ്ഞാൽ കേൾവി. കേൾവി. പിന്നെ പറയേണ്ടത് കാഴ്ച എന്നാണ്. അതിനുപയോഗിക്കേണ്ട പദം ബസർ എന്നാണ്. ബസർ എന്ന് പറഞ്ഞാൽ കാഴ്ച. പക്ഷെ ഇവിടെ ഉപയോഗിച്ചത് അതിൻ്റെ ബഹുവചനമാണ് അബ്സ്വാർ. അതിലൊക്കെ പ്രത്യേക ഉദ്ദേശങ്ങൾ ഉണ്ടാവണം. മനസ്സിലായോ? കേൾവിയും കാഴ്ചകളും അങ്ങനെയാണ്. കേൾവിയും കാഴ്ചകളും വൽ അഫ്ഇദത, ഹൃദയങ്ങൾ. ഫുആദിന്റെ ജമ്മാണ് അഫ്ഇദത്ത്. ഫുആദ് ജംഅ് അഫ്ഇദത്ത്. അപ്പൊ കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും അവൻ നിങ്ങൾക്കുണ്ടാക്കി തന്നു. എന്നിട്ടോ ഖലീലൻ മാ തഷ്കുറൂൻ, നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ നന്ദി ചെയ്യുന്നുള്ളൂ. ശക്ര യഷ്കുർ എന്ന് പറഞ്ഞാൽ നന്ദി ചെയ്തു. ശക്ര, ശുക്ർ നന്ദി. ശുക്ർ നന്ദി. നമ്മൾ നന്ദി പറയല, ശുക്രൻ ജസീൽ, അഗാധമായ ആത്മാർത്ഥമായ നന്ദി. അപ്പോൾ എന്താ പറഞ്ഞത്?
വജഅല ലക്കുമുസ് സമഅ വൽ അബ്സ്വാറ വൽ അഫ്ഇദ, നിനക്ക് കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും നൽകി. ഇതിന് ചില നിഗമനങ്ങൾ എന്താ അറിയും? നിഗമനങ്ങൾ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് കേൾവി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലേക്ക് പോകുമ്പോഴും കേൾവിക്ക് വലിയ മാറ്റം വരുന്നില്ല. ഒരേ കേൾവി തന്നെ ഉണ്ടാവുള്ളൂ. മനസ്സിലല്ലോ? കാഴ്ച അങ്ങനല്ല. കാഴ്ചയും അതിൻ്റെ കൂടെ കാഴ്ചപ്പാടും മാറിക്കൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ ഇപ്പോൾ ഇതൊരു മൊബൈൽ, ഒരു കൊച്ചുകുട്ടി ഇതിനെ കാണുമ്പോൾ അവൻ്റെ മനസ്സിൽ ഇതെന്താണ്? അവൻ്റെ മനസ്സിൽ ഇതൊരു കളിപ്പാട്ടം മാത്രമാണ്. കുറച്ചുകൂടി അവൻ വളർന്നു വന്നാൽ ഗെയിമൊക്കെ കളിക്കാൻ പറ്റുന്നൊരു ഉപകരണമാണ്, അല്ലേ? കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴാണ് ഇത് അല്ല, ഇതിനേക്കാൾ മികച്ച പലതിനും പറ്റുന്നൊരു മുതലാന്ന് അവന് അറിയാം. അപ്പോൾ കാഴ്ചയിൽ മാറ്റം വരും. അങ്ങനെ ഒരുപാട് തലങ്ങളിലേക്ക് പോകുമ്പോൾ, ഒരാളെക്കുറിച്ചാണെങ്കിലും ഒരാളെക്കുറിച്ച് ഒരേ കാഴ്ചയാണ് എന്നാലും വ്യത്യാസം ഉണ്ടാവും. ഭാര്യയെയും ഉമ്മയെയും ഒരുമിച്ച് കാണുന്നു, ഒറ്റ കാഴ്ചയാണ്, പക്ഷെ ആ കാഴ്ചയിൽ രണ്ടെണ്ണം ഉണ്ട്. ഉമ്മയെ കാണുന്നത് ഒരു രൂപത്തിലാണ്, ഭാര്യയെ കാണുന്നത് മറ്റൊരു രൂപത്തിലാണ്. കാഴ്ചക്ക് വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെയാണ് മനസ്സും, പ്രത്യേകിച്ച് ഹൃദയത്തിൻ്റെ ഗതിവിഗതികൾ അവൻ്റെ പ്രായത്തിനും പക്വതക്കും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ നിഷ്കളങ്ക ഹൃദയം എന്ന് പറയുന്നൊരു ഘട്ടമുണ്ടല്ലോ, ഒരു കലർപ്പില്ലാത്ത, പിന്നെ അതിലിങ്ങനെ കലർപ്പുകളങ്ങനെ കയറുക. ആ ഹൃദയം അതിനനുസരിച്ച് അതിങ്ങനെ പ്രത്യേക രൂപത്തിൽ പ്രവർത്തിച്ചു തുടങ്ങണം. അതുകൊണ്ടായിരിക്കണം ഹൃദയത്തെക്കുറിച്ചും കാഴ്ചയെക്കുറിച്ചും ഇവിടെ പറഞ്ഞപ്പോൾ ബഹുവചനം ഉപയോഗിച്ചു. കാഴ്ചകൾ, ഹൃദയങ്ങൾ. എന്നാൽ കേൾവിയോ? കേൾവി മാത്രം. അങ്ങനെ തന്നെയാണ് അതാണ് ഇതിൻ്റെ നമുക്ക് മനസ്സിലാകുന്ന ഒരു ഏകദേശ നിഗമനം. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സ്വാറ വൽ അഫ്ഇദ ഖലീലൻ മാ തശ്കുറൂൻ. അപ്പോൾ എന്താ പറഞ്ഞത്? മണ്ണിൽ നിന്ന് മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് ആരംഭിച്ചു. എന്നിട്ട് ആ സൃഷ്ടിപ്പ് പിന്നെ അവൻ എന്ത് ചെയ്തു? അവൻ്റെ സന്തതിയിലേക്ക് വരുമ്പോഴേക്ക് ഒരു നിസ്സാരമായിരിക്കുന്ന ജലത്തിൻ്റെ സത്തിൽ നിന്ന് ആ സൃഷ്ടിപ്പ് തുടർന്നു. എന്നിട്ട് ആ തുടർച്ചയുടെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അവൻ്റെ വകയായുള്ള ഒരു ആത്മാവ് നൽകി. ആത്മാവ് എന്ന പദം ഞാൻ പറഞ്ഞല്ലോ, റൂഹ് എന്ന പദത്തിനോട് 100% യോജിക്കുന്നൊന്നുമല്ല, എന്നാലും പറയാന്നുള്ളൂ. ആത്മാവ് നൽകി. എന്നിട്ട് പിന്നെ ആത്മാവ് മാത്രം പോരല്ലോ, ഇവന് നന്നായി നല്ല രൂപത്തിൽ ജീവിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ കണ്ണും കാതും ഹൃദയങ്ങളും ഒക്കെ വേണം. അതൊക്കെ നൽകി. ഒക്കെ നൽകുമ്പോൾ ലക്ഷ്യം ഉണ്ടെന്താ? ഇതൊക്കെ തന്നിരിക്കുന്ന പടച്ചോൻ ആദ്യം കണ്ടെത്തണമെന്ന്. റൂഹ് നൽകിയ, പിന്നെ കേൾവി നൽകിയ, കാഴ്ച നൽകിയ, ഹൃദയങ്ങൾ നൽകിയിരിക്കുന്ന പടച്ചോനെ അതുവഴി തന്നെ കണ്ടെത്തണം. കണ്ടെത്തുമ്പോൾ എന്താവും? അവൻ്റെ ജീവിതം നന്ദിപൂർണ്ണമാവും. നന്ദിയോടെ ജീവിക്കുകയുള്ളൂ. അവ മാറ്റണ്ടാവും. അത് സുമസ്തക്കാൻ പറഞ്ഞു അവിടേക്ക് എത്തും. എന്നാൽ അധിക മനുഷ്യന്മാരും നന്ദി ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ നന്ദി മാത്രമേ അവൻ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു വെച്ചത് അതാണ്. അപ്പോൾ മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ വളരെ സുപ്രധാനമായിരിക്കുന്ന ഒരു ഭാഗമാണ് അവിടെയും എടുത്തു വെച്ചത്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിൽ നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. ഏതാനും സ്ലൈഡുകൾ കൂടി നമുക്കിതിൻ്റെ കൂടെ കണ്ടോ. നമുക്കറിയാവുന്നതാണ് ഹ്യൂമൻ ബോഡി. ഈ ഹ്യൂമൻ ബോഡിയിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നമുക്കൊരു ഒറ്റ നോട്ടം. ഇതാണ് മനുഷ്യ ശരീരത്തിൻ്റെ ഒരു രൂപം. അതിൽ 65% ഓക്സിജനാണ്, 18% കാർബൺ, 10% ഹൈഡ്രജൻ, പിന്നെ 3% നൈട്രജൻ, 1.5 ആണ് കാൽസ്യം, 1% ഫോസ്ഫറസ്, 0.4 പൊട്ടാസ്യം, 0.3 സൾഫർ, 0.2 സോഡിയം, 0.2 ക്ലോറിൻ, 0.1 മഗ്നീഷ്യം. ഇതിനും താഴെയുള്ള വേറെ ചില ഐറ്റംസ് കൂടി ഇതിലുണ്ട്. എന്ന് പറഞ്ഞാൽ പിന്നെ ബോറോൺ, അതുപോലെ ക്രോമിയം, കോബാൾട്ട്, കോപ്പർ, ഫ്ലോറിൻ, അയോഡിൻ, അയൺ, അതുപോലെ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് കൂടി ഉണ്ട്. ഇതിൻ്റെ ആകത്തുക അത്രയേ ഉള്ളൂ. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം, ഈ എലമെൻസ് എല്ലാം എവിടെ ഉള്ളതാണ്? കളിമണ്ണിലുള്ള. ഈ പറഞ്ഞ എല്ലാ മണ്ണിലുണ്ട്. എന്നാൽ മണ്ണിൽ നിന്ന് ഇതൊക്കെ ഈ പറഞ്ഞ അളവിൽ തന്നെ, ഇതേ അളവിലും തോതിലും നമ്മൾ ശേഖരിച്ചിട്ട് നമ്മളിങ്ങനെ ഒരു രൂപം ഉണ്ടാക്കി നോക്കിയാൽ എന്താവുക? ഒരു മൺകട്ട ഉണ്ടാവും പരമാവധി, മനുഷ്യനുണ്ടാവില്ല. മനസ്സിലായല്ലോ? ക്ലോണിങ്ങിന് പോലും മനുഷ്യൻ ഉപയോഗിച്ചത് മനുഷ്യൻ്റെ കോശം തന്നെയാണ്, അല്ലാതെ മണ്ണല്ല. ഇതാണ് അള്ളാഹു പറഞ്ഞത്.
അവനാണ് മണ്ണിൽ നിന്ന് മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് ആരംഭിച്ചതെന്ന് പഠിച്ചു പോയാൽ, ഇപ്പോൾ നമ്മുടെ ശരീരം കുറച്ച് കൊഴുപ്പും കുറച്ച് വെള്ളവും കുറച്ച് പിന്നെ വാതകങ്ങളും ഏതാനും ചില പിന്നെ എന്താ പറയുക ഈ രാസപദാർത്ഥങ്ങളും ഒക്കെ ചേർന്ന മുതലാണ്. അതിൽ ഏതാണ്ട് ഇത്ര വലുപ്പമുള്ള ഒരു ആണിക്കുള്ള ഇരുമ്പുണ്ടാവും നമ്മുടെ ശരീരത്തിൽ, ഒരാണി ഉണ്ടാക്കാതെ. അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ മൊത്തവസ്ഥ. എന്നാൽ ഈ മുതൽ കംപ്ലീറ്റ് മണ്ണിലുണ്ട്. മണ്ണിൽ നിന്ന് അതെല്ലാം ശേഖരിച്ചിട്ട് ഒരു മനുഷ്യനെ രൂപപ്പെടുത്താൻ മനുഷ്യന് കഴിയില്ല. എന്നാൽ അതിൻ്റെ അടുത്തൊരു ഘട്ടമാണ് നമ്മൾ പോകുന്നത്. മണ്ണിൽ നിന്ന് പിന്നെ നമ്മൾ പോകുന്നത് ഇതിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അടുത്ത ഘട്ടം. പിന്നെ ആ നിസ്സാരമായിരിക്കുന്ന വെള്ളത്തിൻ്റെ സത്തിൽ നിന്ന് ആ സത്തിലുള്ള ഒന്നെന്താണ്? അതാണ് ഇത് നമ്മുടെ സ്പേമിൻ്റെ സംഗം ചെയ്തിട്ടുള്ള ഒരു അവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ ഈ ശുക്ലത്തിനകത്തുള്ള സ്പേം, 1 മില്ലി ലിറ്റർ ശുക്ലത്തിനകത്ത് 40 കോടി ബീജങ്ങൾ വരെ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അളവാണത്. ഖുർആൻ ചോദിച്ച ചോദ്യമുണ്ട്, നിങ്ങളാണോ ഇതിൻ്റെ പിന്നിൽ? അതല്ല പടച്ചവനാണോ? ഇത്രമാത്രം ശുക്രത്തിൻ്റെ ആവശ്യം, ഇത്രമാത്രം ബീജത്തിൻ്റെ ആവശ്യം എന്താണ് എന്നത് നമ്മുടെ ശാസ്ത്രം ഇപ്പോഴും ഉത്തരം പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അതിലേക്ക് വരാം. ആ പിന്നെ ബീജത്തിൻ്റെ ഒരു സിംഗിൾ രൂപം കൂടി നമുക്ക് കണ്ടുനോക്കാം. അതാണ് ഒരു സ്പേം എന്ന് പറയുന്നത്. ഒരു തലയുണ്ട്, ഒരു കഴുത്തുണ്ട്, ഒരു ഉടലുണ്ട്, ഒരു വാലുണ്ട്. ഇതാണ് നമ്മുടെ, ഞാൻ പറഞ്ഞ 23 ക്രോമസോമുകളുള്ള XY ക്രോമസോമുകൾ, എക്സും വൈയും അതിന് തുല്യമായിരിക്കും. അങ്ങനെയുള്ള ക്രോമസോമുകളുള്ള പിന്നെ സ്പേം. ഇനി ഇതിൻ്റെ അടുത്ത ഘട്ടം എന്താണ്? അടുത്ത ഘട്ടം പിന്നെ ഓവം കൂടി ശ്രദ്ധിച്ചോളാം. ഇതാണ് ഓവം. ഓവത്തിലേക്ക് ഈ സ്പേം ചെന്ന് ഇടിക്കുന്നതാണ് നമ്മുടെ ചിത്രത്തിലുള്ളത്. അപ്പോൾ ശാസ്ത്രം എന്തിനാണ് ഇത്രയും എണ്ണം സ്പേം എന്ന ചോദ്യത്തിന് അവർ പറഞ്ഞു വരുന്ന ഇപ്പോഴത്തെ മറുപടി, കോടിക്കണക്കിന് ബീജങ്ങൾ ഈ അണ്ടുണ്ടല്ലോ, ഓവത്തിന് ഒരു ആവരണമുണ്ട്, ഒരു കവറിങ് ഉണ്ട്. ആ കവറിങ്ങിനെ പൊട്ടിച്ച് അകത്ത് കടക്കാൻ വേണ്ടി ചെന്നിങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരുപാട് സ്പേം ചെന്നിങ്ങനെ മുട്ടി ഈ ആവരണത്തിൻ്റെ കനം കട്ടി കുറച്ചിട്ട് പദപ്പെടുത്തിയെങ്കിലേ ഒരാൾക്കെങ്കിലും അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. അതിനാണ് എത്ര കോടിയാ? ഒരാൾ ശ്രവിക്കുന്ന ശുക്ലത്തിൽ ഏതാണ്ട് 200 കോടിയോളം സ്പേം ഉണ്ടാവും. എന്നിട്ട് ഇപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നത് എന്താ? 2 കോടിയെങ്കിലും ഉണ്ടെങ്കിലേ കുട്ടികളുണ്ടാവുള്ളൂ. ഞാൻ ഒരുപാട് കാലം ചോദിച്ചിട്ടുണ്ട് ഡോക്ടർമാരുടെ, എന്തിനാണ്? കാരണം ഒരു സ്പേമല്ല ആവശ്യമുള്ളൂ, അണ്ടവുമായി യോജിക്കാതെ ഒറ്റ സ്പേമിന് മാത്രമേ പറ്റുള്ളൂ. എങ്കിൽ എന്തിനാണ് ഇത്രയും കോടി? അപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു മറുപടി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ആ മറുപടിയാണെന്ത്? ഇതിങ്ങനെ കൂട്ടം ചേർന്നിട്ട് ഓടിച്ചെന്നിട്ട് ഈ പിന്നെ അണ്ടത്തിൻ്റെ ഭിത്തിയിൽ ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇടിച്ചിടിച്ച് പദം വരുത്തുമ്പോൾ കുറേ എണ്ണങ്ങൾ നശിച്ചു പോകും. ആ ബാക്കി വരുന്ന ഏതാണ്ട് 1000-ഓളമൊക്കെ ബാക്കിയാവുക. അതിൽ നിന്ന് ഒരാൾക്ക് മാത്രമാണ് അണ്ടവുമായി യോജിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ യോജിച്ചു കഴിഞ്ഞാലോ അത് സിക്താണ്ഡമായി, സൈഗോട്ടായി മാറി. ആ ഭാഗം നോക്കാം. ഇതാണ് സൈഗോട്ട്, അണ്ടവും ബീജവും കൂടി ചേരുന്ന ആദ്യത്തെ ഭാഗം. ഇതിൻ്റെ അടുത്ത ഘട്ടം, ഇതൊരു ഏതാനും മണിക്കൂറുകൾ കൊണ്ടാണ് ഗർഭാശയത്തിലേക്ക് എത്തുക. ഗർഭാശയത്തിലെത്തി അതിൻ്റെ ഭിത്തിയിൽ അള്ളിപ്പിടിച്ച് നിൽക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എംബ്രിയോ എന്ന് പറഞ്ഞാൽ ഭ്രൂണം. നോക്കാം. നമ്മൾ ചിത്രം എടുക്കുന്നത് മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടിയാണ്. മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ ഈ സാന്നിധ്യം അറിയാൻ കഴിയുള്ളൂ. ഇതിനെക്കുറിച്ചാണ് 1400 വർഷങ്ങൾക്കപ്പുറത്ത് മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ പ്രഥമഘട്ടം എന്ന നിലക്ക് ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്ന അലഖ്. ഇതെന്ത് മനസ്സിലാണം? ഖുർആൻ മുഹമ്മദ് നബി എന്നല്ല, ഒരു 1000 വർഷം അല്ലെങ്കിൽ ഒരു 500 വർഷം അപ്പുറത്തുള്ള ഒരു മനുഷ്യനും സ്വന്തം നാവ് കൊണ്ട് പറയാവുന്ന
സ്വന്തം ആലോചിച്ച് പഠിപ്പിക്കാവുന്ന ഒരു ഗ്രന്ഥമേ അല്ല, മറിച്ച് പടച്ച റബ്ബിൻ്റെ വാക്യങ്ങളാണ്, അതുകൊണ്ട് തന്നെ ആയത്തുകളാണ് അഥവാ ദൃഷ്ടാന്തങ്ങളാണ് എന്ന് ബോധ്യപ്പെടാൻ ഈ ഒരു ചെറിയ സംഗതി വില്യം കീത്ത് മൂറിനെ പോലെയുള്ള വലിയ വലിയ ഭിഷഗ്വരന്മാർ, ശാസ്ത്രജ്ഞന്മാർ ഇസ്ലാമിലേക്ക് അവർക്ക് വഴി കണ്ടത് ഈ മൈക്രോസ്കോപ്പ് പോലും കണ്ടെത്തിയിട്ടില്ലാത്ത കാലത്ത് ഇത്ര സൂക്ഷ്മമായിരിക്കുന്ന ഒരു സാന്നിധ്യത്തെക്കുറിച്ച് അറിയിച്ച് മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയിരിക്കുന്ന ഖുർആനിൻ്റെ അമാനുഷികതയിലൂടെയാണ്. നമ്മൾ ആ ആയത്തുകൾ സ്ഥിരമെന്നോണം ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? നിസ്കരിക്കാൻ എളുപ്പം ചെറിയ സുഹൃത്തുക്കളാണല്ലോ, അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ ഓതിപ്പോവും. പക്ഷെ അദ്ദേഹം ഓതല്ല, അദ്ദേഹം ഒന്ന് ശരിക്കൊന്ന് വായിച്ചു, അവിടെ നിന്ന് ഇരുന്ന് നോക്കിയപ്പോൾ ഇസ്ലാമിലേക്ക് വരാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് ചിന്തകന്മാരെ ആലോചിപ്പിച്ച ഒരു ചെറിയ സംഗതിയാണത്. ആ സംഗതിയിലേക്ക് നമ്മളെത്തിയത് മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടിയാണ്. ആ മൈക്രോസ്കോപ്പ് നമുക്ക് കണ്ടുനോക്കാം. വേറെ കാര്യം ഉണ്ടാവണ്ട. മൈക്രോസ്കോപ്പ് കണ്ടെത്തിയിരിക്കുന്ന ശാസ്ത്രജ്ഞൻ എന്ന് പറയാമെന്ന് എനിക്കറിയില്ല, അദ്ദേഹത്തിൻ്റെ പേരാണ് കൊടുക്കുന്നത്. സക്കരിയാസ് ജാസിം ആണ് അയാളുടെ പേര്. അയാളുടെ മകനുണ്ട്, അയാളുടെ ഫാദർ ഹാൻസ്. ഈ രണ്ടാളുകളാണ് മൈക്രോസ്കോപ്പ് എന്ന ഒരു കൺസെപ്റ്റിലേക്ക് എത്തിയത്. അതെങ്ങനെയാണെന്ന് ഇദ്ദേഹമാണ് ഈ പറഞ്ഞ കക്ഷി. 1590 ഇദ്ദേഹത്തിൻ്റെ കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ മൈക്രോസ്കോപ്പ് കണ്ടെത്തിയിട്ട് ഏകദേശം ഒരു 500 കൊല്ലമായിട്ടുള്ളൂ. അദ്ദേഹം മൈക്രോസ്കോപ്പ് എങ്ങനെ കണ്ടെത്തിയെന്നറിയോ? ഒരു കുടലിനകത്ത് 2-ലധികം ഗ്ലാസുകൾ. ഇദ്ദേഹം ഒരു കണ്ണട കച്ചവടക്കാരനാണ്. അന്ന് കണ്ണട എന്ന് പറഞ്ഞാൽ കണ്ണടൻ്റെ പ്രത്യേകത എന്താ? സാധാരണ പ്ലെയിൻ ഗ്ലാസ് അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ഈ ഒരതിയിട്ട് അതിൻ്റെ സെൻറ്റർ കുറച്ച് ഒന്ന് ഉയർത്തി വെക്കുക, ആ പ്രതലൊന്ന് ഉയർത്തുക. അപ്പം എന്താവും? അപ്പുറത്തുള്ളതിനെ ഇത്തിരി വലുതായി കാണാം. എന്നാലും കണ്ണടൻ്റെ ഒരു രത്ന ചുരുക്കം. അങ്ങനെയുള്ള ഗ്ലാസുകളെ, ഒന്നിലധികം ഗ്ലാസുകൾ ഒരു കുഴലിനകത്ത് വെച്ചിട്ട് അദ്ദേഹം അപ്പുറം ശ്രദ്ധിക്കാം. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എന്ത്? ഈ ചെറിയ വസ്തുക്കളെ കുറേ കൂടി വലുതായി കാണാൻ ഇത് ഉപകരിക്കുന്നു. അവിടെ നിന്നുള്ള ഈ പിതാവിൻ്റെയും ഈ മകൻ്റെയും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെയും ചിന്തയിൽ നിന്ന് ഉദിച്ചു വന്ന സംഗതിയാണെന്ത്? ഗ്ലാസ്സിന് ഇങ്ങനെ ഷേപ്പ് മാറ്റം വരുത്തിയാൽ ചെറിയ സാധനങ്ങളെ വലുതായി കാണാൻ പറ്റുമെങ്കിൽ നമ്മളിപ്പോൾ നേർക്കുനേരെ കാണുന്നില്ലാത്ത ഒരുപാട് വസ്തുക്കൾ ഈ ഭൂമിയിൽ, ഈ അന്തരീക്ഷത്തിൽ, വായുവിൽ, നമുക്കിടയിലൊക്കെ ഉണ്ടല്ലോ. അതൊന്ന് കാണാൻ ഒന്നുകൂടി ശ്രമിക്കാമല്ലോ എന്ന ചിന്തയിൽ നിന്നാണ്, ആലോചനയിൽ നിന്നാണ് മൈക്രോസ്കോപ്പിലേക്ക് അദ്ദേഹം എത്തിയത്. അദ്ദേഹം ശാസ്ത്രജ്ഞനല്ല, അല്ലെങ്കിൽ ഈ മേഖലയിൽ പഠിച്ചു വന്ന ഒരാളൊന്നുമല്ല. എന്തായാലും അർത്ഥം, ഖുർആൻ എന്ന അത്ഭുതകരമായിരിക്കുന്ന ഗ്രന്ഥം പഠിക്കാൻ അറബി ഭാഷ പോലും, അക്ഷരം പോലും അറിയേണ്ടതില്ല എന്നതിൽ നിന്ന് മനുഷ്യബുദ്ധിയോടാണ് ഖുർആൻ സംസാരിക്കുന്നത് ബോധ്യപ്പെട്ട പോലെ തന്നെ ഏതൊരു സാധാരണക്കാരനും അവൻ്റെ ബുദ്ധിയും ചിന്തയും ഉപയോഗപ്പെടുത്തിയാൽ ഒരുപാട് കണ്ടുപിടുത്തങ്ങളിലേക്ക് അയാൾക്ക് പോകാൻ കഴിയുന്നതാണ്. ആ കണ്ടുപിടുത്തം നടത്തുന്നത് 1590 അല്ലെങ്കിൽ 1600 ഇങ്ങോട്ടാണ്. അതിനുശേഷമാണ് നമ്മൾ ഈ പറയുന്ന സംഗതികളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കാൻ പോലും തുടങ്ങുന്നത്. എന്നാൽ അതിൻ്റെ ഏതാണ്ട് 1000 വർഷം മുമ്പാണ് മനുഷ്യ സൃഷ്ടിപ്പ് ഇത്രയും സങ്കീർണമായ, എന്നാൽ ഇത്രയും നിസ്സാരമായ, അതിസൂക്ഷ്മമായിരിക്കുന്ന ഒരവസ്ഥയിലൂടെ അങ്ങനെ കടന്നു വന്നതാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു വെക്കുന്നത്. ഈ ഖുർആൻ അത്ഭുതകരമാണ്, അത് അമാനുഷികമാണ്, അത് മനുഷ്യനെ ഉൾക്കൊള്ളാതിരിക്കാൻ നിർവാഹമല്ല, അംഗീകരിച്ച മതിയാവും. അതിൻ്റെ പിന്നിലുള്ള പടച്ച റബ്ബിനെ അതുവഴി അറിയാൻ കഴിയും. അങ്ങനെ അറിഞ്ഞിട്ട് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, അല്ലാഹുവാണ് ഞങ്ങളുടെ റബ്ബ്, അങ്ങനെ അറിഞ്ഞങ്ങ് പ്രഖ്യാപിച്ചാൽ സ്തുമ്മസ്തഖാമു, പിന്നെ നേരെ ചൊവ്വേ ഒരു ജീവിതമുണ്ടാകും. ആ ഒരു ജീവിതത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് പോകാൻ ഇൻഷാ അല്ലാഹ് നമ്മൾ ശ്രമിക്കുക. അതിനുള്ള സഹായകമായിട്ട് ഇങ്ങനെയുള്ള ചർച്ചകളും മറ്റും ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.